साक्षात् परब्रह्मा तस्मै श्री गुरवे। ഇന്നിവിടെ നടക്കുന്നത് ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ ക്ഷേത്ര സംസ്കാരവും സംഗീതവും എന്ന വിഷയത്തെക്കുറിച്ച് 8, 9, 10 തീയതികളിലായി പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുക, സംഭാഷണം, ചർച്ച എന്നീ കാര്യങ്ങളാണ് നടന്നു വരുന്നത്. അതിന് എല്ലാവരും അതിൽ പങ്കാളികളാണെന്ന് ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുന്നു. ഈ ചടങ്ങിൽ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ മമ്മിയൂർ ദേവസ്വത്തിൻ്റെ ചെയർമാനായിട്ടുള്ള GK ഹരിഹരകൃഷ്ണൻ അവറുകളാണ്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നത് ബഹുമാന്യനായ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ശ്രീ VK വിജയൻ അവറുകളാണ്. അദ്ദേഹത്തെ ഹാർദമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് ഡോക്ടർ CM നീലകണ്ഠൻ സാറാണ്. ഈ സെമിനാറിൻ്റെ കോർഡിനേറ്റർ കൂടിയാണ് അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മമ്മിയൂർ ദേവസ്വത്തിൽ 2022 മുതൽ സെമിനാറുകൾ നടന്നു വരുന്നുണ്ട്. ആ സെമിനാറുകളായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു ബുക്ക് മമ്മിയൂർ ദേവസ്വം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്രകാശന ചടങ്ങ് കൂടി ഇന്ന് നടത്തുന്നുണ്ട്. ആ പുസ്തകം പരിചയം നടത്തുന്നത് അതിൻ്റെ എഡിറ്റർ കൂടിയായിട്ടുള്ള ഡോക്ടർ സരിത മഹേശ്വരൻ ആണ്. മേഡത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ബുക്ക് പ്രകാശന കർമ്മം നിർവഹിക്കുന്നത് ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്ററാണ്. മാസ്റ്ററെയും ഹാർദമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പുസ്തകം സ്വീകരിക്കുന്നത് സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റ്, ശ്രീഷ്ഠ കോളേജ് സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊഫസർ EK സുധ അവർകളാണ്. അവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ട്രസ്റ്റി ബോർഡ് മെമ്പർ KK ഗോവിന്ദദാസ്, KK വിശ്വനാഥൻ, പിന്നെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന ജ്യോതി ശങ്കർ എന്നിവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്ത് ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷം വഹിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചെയർമാനെ ക്ഷണിക്കുന്നു. സ്മൃതിപുരാണാനാം ആലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. ഗുരുവായ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ശ്രീ ഡോക്ടർ VK വിജയൻ അവർക്ക്, സെമിനാറിൻ്റെ കോർഡിനേറ്റർ ഡോക്ടർ ശ്രീ CM നീലകണ്ഠൻ അവർക്ക്, സ്വാഗതം പറഞ്ഞ ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ ഷാജിയൻ അവർക്ക്, ഇന്ന് പ്രകാശനം ചെയ്യുന്ന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്ന പുസ്തകത്തിൻ്റെ എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം ഡോക്ടർ സരിത മഹേശ്വരൻ അവർ, രാധാകൃഷ്ണൻ കാക്കശ്ശേരി മാഷ് ഏതാനും നിമിഷങ്ങൾക്ക് എത്തും. പുസ്തകം ഏറ്റുവാങ്ങുന്ന പ്രൊഫസർ EK സുധ അല്പസമയത്തിൽ തന്നെ എത്തും. ആശംസകൾ അർപ്പിക്കുന്ന ശ്രീ KK ഗോവിന്ദദാസ്, ശ്രീ KK വിശ്വനാഥൻ, ശ്രീ നന്ദി പറയുന്ന ജ്യോതി ശങ്കർ, ശ്രീദേവി ടീച്ചർ, മറ്റു ഇവിടെ സെമിനാറിന് വേണ്ടി എത്തിയിട്ടുള്ള വിദ്യാർത്ഥിനികളെ, സഹോദരന്മാരെ, ഒരു അരമണിക്കൂർ വൈകിട്ടാണ് നമ്മൾ പ്രോഗ്രാം തുടങ്ങിയിട്ടുള്ളത്. ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ നേരത്തെ എത്തിയിട്ടുണ്ട്. എന്തായാലും എൻ്റെ ടീച്ചറല്ലേ അന്ന് കണ്ടപ്പോഴേ സോറി. ഇതിൻ്റെ ബീജാഭാവം എന്ന് പറയുന്നത്, സെമിനാറിൻ്റെ ബീജാഭാവം എന്ന് പറയുന്നത് പലർക്കും നിങ്ങൾക്ക് അറിയിട്ടുണ്ടാവില്ല. അറിവിലേക്ക് വേണ്ടി ഞാൻ വളരെ ഹ്രസ്വമായിട്ട് പറയാം. അതായത് 1964 വരയ്ക്കും ഗുരുവായൂർ ദേവസ്വം ഹിന്ദു മഹാസമ്മേളനം എന്ന് പറഞ്ഞ ഒരു മഹാസമ്മേളനം തന്നെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ സത്രം ഹാളിൽ നടത്തിയിരുന്നു. ഞാൻ 1964 ജനിച്ചിട്ടുള്ളത് കാരണം എനിക്കത് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. പറഞ്ഞു കേട്ട അറിവനുസരിച്ചിട്ടാണ് കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ 1964 ആദരണീയനായ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാധ്യനായ രാധാകൃഷ്ണൻ കാക്കശ്ശേരി മാഷ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. 1964 ആരാധ്യനായ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു അന്തരിച്ച
സമയത്ത് ഇവിടെ ഹിന്ദു മഹാസമ്മേളനം നടക്കുന്നുണ്ടായിരുന്നു. അതിനെ തുടർന്ന് അത് നിർത്തിവെച്ചു. പിന്നീട് അത് പുനരാരംഭിക്കുകയുണ്ടായിട്ടില്ല. ഈ ആശയം ഞാൻ 2011 മമ്മിയൂർ ദേവസ്വം ചെയർമാനായി ചുമതലയേൽക്കുന്നത്. അന്ന് മുതൽ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ സമ്മേളനം വീണ്ടും ആരംഭിക്കണം എന്നുള്ളൊരു ചിന്താഗതി ഉണ്ടായിരുന്നു. ഗുരുവായൂർ ദേവസ്വമാണ് അത് നടത്തിയിരുന്നെന്നുള്ള നിലയ്ക്ക് ഗുരുവായൂർ ദേവസ്വം അന്നത്തെ ചെയർമാന്മാരുടെ തന്നെ ഞാൻ പറയുകയുണ്ടായി. അവർക്ക് താല്പര്യക്കേടൊന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്തോ കാരണവശാലും നടന്നില്ല. അതിനെ തുടർന്നാണ് 2019 ഇതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നെ നമ്മുടെ ഭാഗ്യങ്ങളുകൊണ്ട് കോവിഡ് വരികയും ഇത്തരം കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകാൻ സാധിക്കാത്തൊരു സാഹചര്യം ഉണ്ടാവുകയും 21 ഡിസംബർ മുതൽ 22 ജനുവരി വരെ നമുക്ക് വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുന്ന തരത്തിൽ നമുക്ക് സെമിനാർ സംഘടിപ്പിച്ചാൽ മതി. അതായിരിക്കും ഉചിതം. സെമിനാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കോളേജിലുള്ള സെമിനാറിന് അറ്റൻഡ് ചെയ്യുന്നുള്ള വെച്ചാൽ നമ്മളൊരു സെമിനാർ കണ്ടക്ട് ചെയ്ത് പരിചയമൊന്നും നമുക്കില്ല. അപ്പോൾ വീണേൻ്റെ അടുത്ത് ചോദിച്ചു, ഇനിയിപ്പോൾ ഇതിനൊരു ഉപായം ആരാണ് ഇത് ലീഡ് ചെയ്യേണ്ടത് എന്താണെന്നൊക്കെ ചോദിച്ചു. ഒന്നും ആലോചിക്കേണ്ട, നീലാണ്ട് സാറിൻ്റെ വിളിക്കുക. നീലാണ്ട് സാറിൻ്റെ അനുജൻ ഇപ്പോഴും ഇവിടുത്തെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറായിട്ട് ചുമതല വയ്ക്കുക. എനിക്കറിയില്ലായിരുന്നു ഇവർ പ്രദേശമാണ്. എന്തായാലും പശു വന്നു, സംസാരിച്ചു, കാര്യങ്ങൾ ചിട്ടപ്പെടുത്തി. എന്നാണ് ഈ വിഷയം പറഞ്ഞപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ചൊരു ആശയം ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തിയതായതുകൊണ്ട് ക്ഷേത്ര സംസ്കാരവും ഭാരതീയ വിജ്ഞാന പാരമ്പര്യവും ആദ്യത്തെ കാലം വളരെ സവിസ്തരം ക്ഷേത്രവുമായി ബന്ധപ്പെടുന്ന വാസ്തു, ജ്യോതിഷം മുതലായ വിഷയങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നു. നല്ല വൻ വിജയവുമായിരുന്നു. അതിനെ തുടർന്നാണ് നമ്മളിപ്പോൾ മുടങ്ങാതെ, ഇതിപ്പോൾ 4ാമത്തെ കൊല്ലമാണ്. അടുത്ത കൊല്ലത്തെ സെമിനാറിന് ചിലപ്പോൾ ഞാൻ ചെയർമാനായിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പില്ല. അത് ഡിസംബറിൽ എൻ്റെ കാലാവധി വരും. ഈ മഹാരുദ്രം ജനുവരിയിലാണ്. അതെന്തോ ആയിക്കോട്ടെ, എനിക്കൊരു ഉറപ്പുണ്ട്. മമ്മിയൂർ ദേവസ്ഥയിൽ വരുന്ന തുടർ കമ്മിറ്റികളും ഈ സെമിനാർ ഏറ്റുപിടിക്കും. ഇതൊരു നാഷണൽ ലെവലിലാണ് നമ്മൾ നടത്തുന്നത്. സാധാരണ രീതിയിലേക്ക് ഇതിന് മുമ്പത്തെ സെമിനാറിനൊക്കെ അത്യാവശ്യം ആൾക്കാരുണ്ടായി, കുറച്ച് കുറവുണ്ട്. പക്ഷെ അതൊരു വിഷയമല്ല. നമ്മളിതെല്ലാം തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കായിട്ട് ഇത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ലൈവിലേ ചെയ്യുന്നു. ചില സാങ്കേതിക തകരാറ് മൂലം അത് ചെയ്യുന്നില്ല. ഇന്നത്തെ പ്രബന്ധങ്ങൾ മുഴുവൻ നാളെ ആൾക്കാർക്ക് യൂട്യൂബിൽ കാണുന്നുണ്ട്. എന്തായാലും ഇതാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം. ഇപ്രാവശ്യത്തെ നമ്മുടെ മുഖ്യ ഐറ്റം ക്ഷേത്ര സംസ്കാരവും സംഗീത പാരമ്പര്യവും. ഇതിനെപ്പറ്റി കൂടുതൽ വിശദമായിട്ട് പറയാൻ ഇവിടുത്തെ പ്രഭാഷകന്മാർ പറയും. എന്തായാലും എൻ്റെ ഉള്ളിൽ തോന്നിയ ചില ആശയം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എന്തായാലും യന്ത്രവന്മാർ 2 സ്വരെ എഴുതി വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞ സംഗീതത്തിൽ, മായും പായും. അപ്പോൾ പിന്നെ ബാക്കി സ്വരങ്ങളോ സരിഗ മാ പറഞ്ഞു, ധനിസ. ഇത് പിന്നെ ആരാണ്ടാക്കി? അതുണ്ടാക്കിയ സാക്ഷാൽ മഹാദേവനാണെന്ന് പറയുന്നു. അപ്പം എന്തായാലും ഈ മഹാദേവ ക്ഷേത്ര സന്നിധിയിൽ അതിന് പ്രസക്തി ഉണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിനെപ്പറ്റിയൊക്കെ വിശദമായിട്ട് നമ്മുടെ ബാക്കിയുള്ളവർ പറയും. കൂടാതെ യജുർവേദത്തിലെ കൃഷ്ണയജുർവേദത്തിൽ നിന്നാണ് മഹാരുദ്രം ജപം വരുന്നത്. അത് നടക്കുന്ന സമയത്ത് സാമഗാന പ്രിയലോരൻ മഹാദേവൻ, അതായത് സാമവേദവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന മഹാദേവൻ. മഹാദേവന് സംഗീതവും വലിയ ഇഷ്ടമാണ്. അപ്പോൾ ആ കാര്യം പറയുമ്പോൾ ക്ഷേത്രവുമായി ബന്ധപ്പെടുത്തി പറയുമ്പോൾ സംഗീതത്തിന് വളരെ പ്രാധാന്യമുണ്ട്. നമ്മുടെ കേരള സമ്പ്രദായം പറയുകയാണെങ്കിൽ കേരളത്തിലെ എല്ലാ മഹാക്ഷേത്രങ്ങളിലും നടയടച്ച നേരങ്ങളിൽ അഷ്ടപതി അല്ലെങ്കിൽ സോപാന സംഗീതം വഴി, സോപാന സംഗീതം എന്ന് നമ്മൾ പറയും, സോപാനത്തിൽ അരികെ നിന്ന് പാടുന്നതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ സോപാന സംഗീതം എന്ന് പറയുന്നു. തമിഴ്നാട്ടിലാണെങ്കിൽ അതിന് മറ്റൊരു വഴി,
ഇപ്പൊ പഴനി ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഭഗവാനെ കാലത്ത് എണീപ്പിക്കുന്നത് എന്നൊരു പാട്ട് പറയും. ശിവസമാരംഭം ശങ്കരാചാര്യമധ്യമം അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരമ്പരാം. യോഗാധ്യക്ഷൻ മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പ്രകാശസ്വാമി, അങ്ങനെ പറയുന്ന എനിക്കിഷ്ടം. കാരണം ഹരിഹരകൃഷ്ണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാന്ന് ചിലപ്പോൾ ഞാൻ ചോദിച്ചിട്ടും അങ്ങനെ ഞാൻ പരിചയപ്പെട്ടിട്ടേ ഇല്ല എന്നുള്ളതാണ് വാസ്തവം. ഇന്ന് മുഖ്യപ്രഭാഷണം നടത്തുന്ന സെമിനാറിൻ്റെ കോർഡിനേറ്റർ കൂടിയായിട്ടുള്ള എൻ്റെ പ്രിയങ്കരനായ അധ്യാപകൻ കൂടിയായിട്ടുള്ള തീലേട്ടൻ മാഷ്, സ്വാഗതം ആശംസിച്ച എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ എൻ ഷാജി, ഞാൻ എല്ലായ്പ്പോഴും ഏത് വേദിയിലും പറയുന്നത് പോലെ ഗുരുവായൂരിൻ്റെ ഗുരുവായിട്ടുള്ള നമുക്കെല്ലാവർക്കും വിജ്ഞാന പ്രസരണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാധ്യനായ രാധാകൃഷ്ണൻ മാഷ്, ഈ സെമിനാറിൻ്റെ പ്രബന്ധങ്ങൾ കഴിഞ്ഞ 3 വർഷങ്ങളായിട്ട് നടന്ന് സെമിനാറിൻ്റെ പ്രബന്ധങ്ങൾ എഡിറ്റ് ചെയ്ത് വളരെ മനോഹരമായ ഒരു പുസ്തകമാക്കിയിട്ട് നമ്മുടെ മുന്നിൽ പ്രകാശനത്തിന് വേണ്ടി തയ്യാറാക്കിയ എൻ്റെ പ്രിയ ശിഷ്യ കൂടിയായിട്ടുള്ള സരിതാ മഹേശ്വരൻ, പുസ്തകം ഏറ്റുവാങ്ങുന്ന ശ്രീകൃഷ്ണ കോളേജിലെ സംസ്കൃത വിഭാഗം അധ്യാപികയായിട്ടുള്ള സംഗീതജ്ഞ കൂടിയായിട്ടുള്ള ശ്രീമതി പി കെ സുധ, ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന മമ്മിയൂർ ട്രസ്റ്റി ബോർഡ് അംഗം ശ്രീ ഗോവിന്ദദാസ്, മുൻ ചെയർമാനും ട്രസ്റ്റി ബോർഡ് അംഗവുമായിട്ടുള്ള ശ്രീ കെ കെ വിശ്വനാഥൻ, നന്ദി പറയുന്ന ജ്യോതിശങ്കർ, സദസ്സിൽ ഉപവിഷ്ടരായിട്ടുള്ള ശ്രീദേവി ടീച്ചറെ പോലുള്ള എൻ്റെ അധ്യാപക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ടവരെ, ഗുരുവായൂർ ദേവസ്വം പലപ്പോഴും മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ പ്രകാശസ്വാമി എന്ത് ചെയ്യുന്നത് നടപ്പിലാക്കുന്നത്. എങ്കിലും ഞാനിവിടെ ഗുരുവായൂരിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന് ശേഷം ചെറിയ രീതിയിലെങ്കിലും പൊന്നു വയ്ക്കേണ്ടടുത്ത് പൂ വയ്ക്കുക എന്നൊക്കെയുള്ള രീതിയിൽ ഗുരുവായൂർ ദിവസത്തിലെ വിശേഷ ദിവസങ്ങളിൽ, അത് നാരായണീയ ദിനമായാലും പൂന്താനം ദിനമായാലും മാനവേദ അനുസ്മരണമായാലും അങ്ങനെയുള്ള കൃഷ്ണഗീതി ദിനമായാലും അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ, അതുപോലെ ചെമ്പൈ സംഗീതോത്സവത്തിൻ്റെ തുടക്കത്തിലായാലും ആ സമയത്തൊക്കെ ഇതുപോലെ ചെറിയ ചെറിയ സെമിനാറുകൾ നടത്താനുള്ളൊരു ശ്രമം കഴിഞ്ഞ 3 വർഷമായിട്ട് നടത്തി വരുന്നുണ്ട് എന്നുള്ളത് എനിക്കൊരു സന്തോഷം തോന്നുന്നൊരു. 2ാമത്തെ സെമിനാറിൽ വാസ്തു അങ്ങനെയുള്ള വിഷയങ്ങളാണ് വന്നിട്ടുള്ളത്, ചിത്രകല അങ്ങനെയുള്ള ഇതാണ് വന്നിട്ടുള്ളത്. 3ാമത്തെ ഇതിൽ കൂടിയാട്ടം, അതുപോലെ നമ്മുടെ പഴയ കലാരൂപങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചാക്യാർകൂത്ത്, അങ്ങനെയുള്ള ഇതിനെക്കുറിച്ചുള്ള ഈ 3 സെമിനാറുകളിലും അവതരിപ്പിക്കപ്പെട്ട പ്രബന്ധങ്ങളുടെ ഒരു സമാഹാരമാണ്. അതും
പൂർണ്ണമായിട്ടില്ല, എല്ലാവരും എന്ത് ചെയ്തിട്ടില്ല, അവർ അവതരിപ്പിച്ച പേപ്പറുകൾ ഇതിനകത്തേക്ക് ലിഖിത രൂപത്തിൽ അല്ലെങ്കിൽ അത് ഇമെയിലായിട്ടോ അങ്ങനെ ആധുനിക രീതിയിൽ അതിവിടെ എത്തിച്ച് തന്നിട്ടില്ല എന്നുള്ള ഒരു ഒരു കുണ്ഠിതം ഇവരുടെ മനസ്സിൽ ഇതിൻ്റെ എഡിറ്ററുടെയും ഇതിൻ്റെ ചീഫ് എഡിറ്ററായിട്ടുള്ള നീലകണ്ഠൻ മാഷിൻ്റെ ഒക്കെ മനസ്സിൽ ഉണ്ട്. വളരെ അപൂർവമായിട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇപ്പോഴാണ് അങ്ങനെയുള്ള ഒരു ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ള ആ ഒരു സംസ്കാരവും കൂടി അതും ഇവിടെ ചെയ്യപ്പെടുന്നു എന്നുള്ളത് വാസ്തവമാണ്. മമ്മിയൂർ ദേവസ്വം എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇവിടെ നടക്കുന്ന സെമിനാറുകളൊക്കെ യൂട്യൂബിലൂടെ അപ്ലോഡ് ചെയ്ത് അത് നാളെ മറ്റൊരാൾക്ക് കേൾക്കുവാൻ, ഇതിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് പോലും അത് കേൾക്കാനും അത് ആസ്വദിക്കുവാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ആ വിഷയത്തിലേക്ക് അവരെ ശ്രദ്ധ കൊണ്ടുവരുവാനും ഒക്കെയുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളത് വളരെ അഭിലഷണീയമായിട്ടുള്ള കാര്യമാണ്. മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയായിരിക്കുന്നത് ഈ മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയാണ്. ഒരു മതവും എന്ത് ചെയ്യുന്നില്ല, പരസ്പര സ്പർദ്ധയെ ഉദ്ഘോഷിക്കുന്നില്ല, അത് അവർ മുദ്രാവാക്യമായി കൊണ്ട് നടക്കുന്നില്ല. പക്ഷേ പ്രായോഗിക തലത്തിൽ ഇന്ന് എന്ത് ചെയ്യുന്നു, ലോകത്തിൻ്റെ നാനാഭാഗത്ത് കാണുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഈ മതപരമായിട്ടുള്ള വിദ്വേഷം അടിസ്ഥാനപരമായിട്ടുള്ളൊരു ഘടകമായിട്ട് കാണാൻ കഴിയുന്നു. ഇവയൊക്കെ ഒന്നിപ്പിച്ചു കൊണ്ടുപോകുവാൻ, ഇതിനെ ഒന്ന് ഏകോപിപ്പിക്കുവാൻ ഒരുപക്ഷെ നമ്മുടെ പഴയകാലത്തെ ദാർശനിക ചിന്തകൾക്കും പഴയ കാലത്തെ മതചിന്തകൾക്കുമൊക്കെ പണ്ടുണ്ട്. മതങ്ങൾ തമ്മിലുള്ള സ്പർദ്ധയൊക്കെ ഉണ്ട്, പക്ഷേ ഇത്രത്തോളം മാനവരാശിക്ക് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ അത് വന്നിട്ടില്ല. ആ രീതിയിൽ വിശ്വമാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലേക്ക് ഈ വിജ്ഞാന മേഖലകളെക്കുറിച്ചുള്ള ചർച്ചകളും അതുപോലെ അവതരണങ്ങളുമൊക്കെ മാറട്ടെ. തുടർന്നും ഇത് ഉത്തരോത്തരം ഉത്കർഷത്തോടുകൂടി നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഈ സെമിനാർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ശ്രുതിസ്മൃതിപുരാണാനാമാലയം കരുണാലയം നമാമി ഭഗവത്പാദശങ്കരം ലോകശങ്കരം. എത്രയും ബഹുമാന്യനായ ഉദ്ഘാടകൻ വിജയമാഷ് എന്നെ കേരള കോളേജിൽ ഡിഗ്രി പഠിപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ അധ്യക്ഷൻ പ്രകാശ് സ്വാമി സാറ്, മുഖ്യപ്രഭാഷണം നടത്തുന്ന നീലകണ്ഠൻ മാഷ്, പുസ്തക പ്രകാശനം നടത്തിയ രാധാകൃഷ്ണൻ സാർ, പുസ്തകം ഏറ്റുവാങ്ങിയ സുധ ടീച്ചർ, ഷാജി സാർ, അതുപോലെ എല്ലാ സഹായവും തന്ന് ഈ ഒരു ഗ്രന്ഥത്തെ ഈ രൂപത്തിലാക്കാൻ ഏറ്റവും കൂടുതൽ സഹായിച്ച ഗോവിന്ദാസ് സാർ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന കുട്ടികൾ, അധ്യാപകർ, വിശിഷ്ട വ്യക്തികൾ, മമ്മിയൂർ ദേശവാസികൾ, എല്ലാവരുടെ മുമ്പിലും സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് ഈ ഒരു പുസ്തകത്തെ പരിചയപ്പെടുത്തുകയാണ്. കഴിഞ്ഞ 2-3 പേര് ഇതിനെപ്പറ്റി മുമ്പ് സംസാരിച്ച വ്യക്തികൾ പറഞ്ഞു കഴിഞ്ഞു. 3 വർഷമായി നടന്നുകൊണ്ടിരിക്കുന്ന ദേശീയ സെമിനാറിന്റെ പ്രബന്ധങ്ങളുടെ ക്രോഡീകരണമാണ് ഈ ഗ്രന്ഥമെന്ന്. കൊറോണ കാലത്താണ് ഇത് ആരംഭിച്ചത്. അതിനുശേഷം ആ കാലഘട്ടങ്ങളിലൊക്കെ വളരെ ചുരുങ്ങിയ രീതിയിലാണ് നടത്തിയതെന്ന് ഈ സെമിനാറിന്റെ മുഴുവനും കോർഡിനേറ്ററായ നീലകണ്ഠൻ മാഷ് പറഞ്ഞു. സെമിനാർ ചുരുക്കിയേ നടത്താൻ പറ്റിയുള്ളൂ എന്ന്. അതിനുശേഷം കഴിഞ്ഞ വർഷത്തെ സെമിനാർ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടത്, അതിന് തൊട്ടു മുമ്പുണ്ടായിരുന്ന ചുമർ ചിത്രകലയുമായി ബന്ധപ്പെട്ട സെമിനാറും വളരെ ഭംഗിയായിട്ട് തന്നെ കുട്ടികളെയും അധ്യാപകരെയും ഒക്കെ ക്ഷണിച്ചുകൊണ്ട് നടത്താൻ സാധിച്ചു എന്നുള്ളത് പ്രകാശ് സ്വാമി സാറും പറഞ്ഞു. ഏതായാലും അന്നത്തെ കാലത്ത് ഏതാണ്ട് 3 വർഷമായി ഒരു 30-ലധികം പ്രബന്ധങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം വളരെ ഗരിമയുള്ള പ്രബന്ധങ്ങളായിരുന്നു. അതിൻ്റെ പേരുകൾ ഞാൻ പ്രബന്ധം, അതായത് സെമിനാർ സമയത്ത് ഞാനിവിടെ വന്നിരുന്നില്ല. അതിൻ്റെ നോട്ടീസും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ വിഷയങ്ങൾ വളരെ ഗരിമയുള്ളതാണ്.
എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതായത് വിജയൻ സാർ പറഞ്ഞതുപോലെ ക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് കേവലം ആരാധനയ്ക്ക് വേണ്ടി മാത്രമുള്ളതല്ല, അറിവ് പകരുന്ന കേന്ദ്രങ്ങൾ കൂടിയാകണം എന്നുള്ള ആ ഒരു നിശ്ചയദാർഢ്യത്തിന്റെ പുറത്താണ് ഈ ഒരു സെമിനാർ ഇവിടെ ആയോജനം ചെയ്യപ്പെടുന്നത്. ഭക്തിക്ക് വേണ്ടി പ്രത്യേകിച്ച് ആൾക്കാരെ ക്ഷണിക്കുകയോ കൊട്ടിഘോഷിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അത് മനുഷ്യരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കുട്ടിക്കാലത്ത് ഇല്ലാതെങ്കിലും കുറച്ചു കാലം കഴിഞ്ഞാൽ തന്നെത്താൻ വന്നു തുടങ്ങുന്ന ഒരു ഭാവമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അറിവ് സമ്പാദിക്കാൻ കുറച്ചധികം പ്രയത്നിക്കേണ്ടിയിരിക്കുന്നു. അതിന് കുറച്ച് നിർബന്ധിക്കേണ്ടി വരും. ഇപ്പൊ സ്കൂളിൽ പഠിക്കാൻ പോണ കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് കുറച്ചധികം നിർബന്ധിച്ചിട്ട് തന്നെയാണ്. അങ്ങനെ കുറച്ചു കാലം കഴിഞ്ഞാലേ ആ പഠിപ്പിന്റെ മഹത്വം എന്താ, ഈ വിദ്യാഭ്യാസം വിമോചനത്തിനാണ്, സ്വാതന്ത്ര്യത്തിനാണ് എന്നുള്ളത് മനസ്സിലാക്കി വരണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് കാലം പിടിക്കും. അതിന് പല നിർബന്ധങ്ങളും പലയിടത്തുനിന്നും ആവശ്യമാണ്. ആ ഒരു നിർബന്ധമാണ് ഇവിടെ നടപ്പാക്കി വരുന്നത് എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതായത് അവതരിപ്പിക്കപ്പെടുന്ന പ്രബന്ധങ്ങളെല്ലാം തന്നെ പലപ്പോഴും ഞാൻ ഇതിൽ സൂചിപ്പിച്ചു, എന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട്, വേദം എന്ന് പറയുന്ന ഒരു വലിയ വിഷയം, ഒരു സങ്കല്പം, അതിൻ്റെ ഉള്ളിൽ മങ്ങിപ്പോയതായ പല വിഷയങ്ങളും പല വിദ്യാ കേന്ദ്രങ്ങളും നമുക്കുണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്. അതിനെയൊക്കെ മറനീക്കി പുറത്തു കൊണ്ടുവരേണ്ടത് അതുമായി ബന്ധപ്പെട്ട് പഠിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. നീലാണ്ടൻ മാഷ് കേരള മാസകലം ശിഷ്യഗണങ്ങളുള്ള വളരെ സംസ്കൃതത്തിൽ നല്ല വൈദഗ്ധ്യമുള്ള വേദവുമായി ബന്ധപ്പെട്ട് പല പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തി തന്നെയാണ്. കഴിഞ്ഞ 2 മാസം മുമ്പാണ് സാറിന് വേദ വിഷയങ്ങളിലുള്ള പാണ്ഡിത്യത്തെ പുരസ്കരിച്ചുകൊണ്ട് തളി മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന രേവതി പട്ടത്താനത്തിൽ അദ്ദേഹത്തിന് പുരസ്കാരം സമർപ്പിക്കപ്പെട്ടത്. അങ്ങനെയുള്ള ഒരാളെയാണ് ഇവിടെ ഈ മമ്മിയൂര് ദേശീയ സെമിനാർ നടത്തുന്നതിന് ലഭിച്ചത് എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്, മമ്മിയൂരിന്റെ ഭാഗ്യമാണ്. അതെന്താന്ന് വെച്ചാൽ ആൾക്കാരെ സംഘടിപ്പിച്ച് ഇവിടെ കൊണ്ടുവരിക, ഓരോ വിഷയത്തിലും ആരാണ് പ്രഗത്ഭന്മാരായിട്ടുള്ളത്, ആര് ചെയ്താലാണ് ഓരോ വിഷയവും മറ്റുള്ളവരിലേക്ക് വേണ്ടതുപോലെ എത്തിച്ചേരുക എന്നുള്ളതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെ ആ പ്രബന്ധങ്ങൾ ഏൽപ്പിക്കാനുള്ള ഒരു പക്വത, അത് വർഷങ്ങൾ കൊണ്ടും അതുപോലെ വിഷയവുമായിട്ടുള്ള പരിചയം കൊണ്ടും അതിനോടുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം കൊണ്ടും ഉണ്ടായി വരുന്നതാണ്. നീലാണ്ടൻ മാഷക്ക് അത് നല്ലവണ്ണമുണ്ട്. ഞാൻ ഡിഗ്രി കഴിഞ്ഞ PG ക്ലാസ്സിൽ ചേർന്ന കാലം മുതൽ മാഷെ എനിക്കറിയാം. മാഷ് കാലടിയിൽ നിന്ന് തൃശ്ശൂർ സെന്ററിൽ, കാലടി യൂണിവേഴ്സിറ്റിയുടെ തൃശ്ശൂർ സെന്ററിലാണ് ഞാൻ MA പഠിച്ചത്. അവിടെ വന്ന് മാഷ് ക്ലാസ് എടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഒപ്പം നിൽക്കുന്ന ശ്രീദേവി ടീച്ചറും. രണ്ടുപേരും 2 തരത്തിലാണ് കാര്യങ്ങൾ പറഞ്ഞു തരാം. ഒരാള് ശ്രീദേവി ടീച്ചർ എപ്പോഴും അതെ ഒരു വിഷയത്തിനെ എങ്ങനെ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് കാണാം എന്ന് എപ്പോഴും പറഞ്ഞു തരുന്ന ടീച്ചറാണ്. നീലാണ്ടൻ മാഷിന്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ഒരു വിഷയത്തെ എങ്ങനെ പ്രവൃത്തി തലത്തിലേക്ക് എത്തിക്കാം, അതിന് വളരെയധികം ധാരാളം ഉപദേശങ്ങൾ, ചിലപ്പോൾ ചീത്തയായിട്ട് പറയില്ല, താക്കീത് പോലെ ഈ നിലയ്ക്ക് പോയാൽ പുസ്തകം ഇറങ്ങില്ല കേട്ടോ എന്നുള്ള രീതിയിൽ പലപ്പോഴും പറഞ്ഞതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഈ ഭംഗി, ഞാനൊന്നും അല്ലാട്ടോ, അതിൻ്റെ പിന്നിൽ പലരും പ്രവർത്തിച്ചിട്ടുണ്ട്, ഈ ഭംഗിയുള്ള പുസ്തകം എന്ന് തന്നെ പറയട്ടെ, അത് പുറത്തിറങ്ങിയത്. അതിൽ പ്രബന്ധങ്ങൾ നൽകി സഹായിച്ചവര് അതിലെഴുതിയിട്ടുണ്ട്. അതിനെ പ്രത്യേകമൊന്നും എടുത്ത് പറയേണ്ട കാര്യമില്ല, പുസ്തകം തുറന്ന് വായിക്കുമ്പോൾ തന്നെ അറിയാം ആരൊക്കെ പ്രബന്ധങ്ങൾ തന്നിട്ടുണ്ട്. ആദ്യം തന്നെ പ്രബന്ധം ഇതില് കൊടുത്തിരിക്കുന്നത് ശ്രീദേവി ടീച്ചറുടെയാണ്, കാളി ആരാധന. അപ്പോ ഞാൻ പറയുന്നത് ഇതൊന്നും സാധാരണ നമുക്ക് കാണാൻ കിട്ടാവുന്ന വിഷയങ്ങളല്ല. എല്ലായിടത്തും പ്രസിദ്ധമായിട്ട് ചില വിഷയങ്ങൾ ആവർത്തിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു ചടങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പൊ സംഗീതവുമായിട്ട് ബന്ധപ്പെട്ട സെമിനാറാണ് ഇന്ന് നടത്താൻ പോകുന്നത്. അതിലെ എങ്ങനെയൊക്കെ ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിച്ചാൽ ആൾക്കാർക്ക് കൂടുതൽ മറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കാം. കണ്ടതിനെ തന്നെ പിന്നെ കാണുന്നതിലൊരു പ്രത്യേകതയില്ല. കാണാത്ത ഭാഗങ്ങൾ അനാവരണം ചെയ്യാൻ എന്തൊക്കെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്, അതാണ് മാഷ് എപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കേണ്ടത് ആരൊക്കെയാണ്. സാർ അതിന് കുറെ കണ്ടീഷൻസ് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാറുള്ളൂ, ഇതിന് കുറെ വഴികളുണ്ട്. ആർക്കും പിന്നീട് ഒരു
പരാതിയും അതിലൊരു കംപ്ലൈൻറ്റും പറയാനില്ലാത്ത വിധത്തിൽ സ്ത്രീകൾക്കുള്ള പങ്കുണ്ടാവും, എല്ലാ തരത്തിലുള്ള മതസ്ഥന്മാരും ഉണ്ടാവും. ഇത്ര നേരം എന്ന് പറഞ്ഞാൽ ആ സമയത്തിനുള്ളിൽ നിർത്തണം, മറ്റൊരാളുടെ സമയത്തെ അപഹരിക്കരുത്. ഇങ്ങനെ എല്ലാം നോക്കിയിട്ടാണ് നീലാണ്ട മാഷ് ഓരോരുത്തരെ കൊണ്ടും പ്രബന്ധം ചെയ്യിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൽ കുറേ വിഷയങ്ങളുണ്ട്. എല്ലാവരും പുസ്തകം വാങ്ങി പുസ്തകം സ്വന്തമാക്കിയിട്ട് അതിലെ വിഷയങ്ങൾ വായിച്ചു നോക്കണം. എല്ലാത്തിനുമുണ്ട് പുതുമകൾ. ഞാൻ പലതവണ വായിച്ചു. ഇത് എഡിറ്റിംഗ് എന്ന് പറയുന്നത് ഒരു വലിയ പ്രവൃത്തിയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അത് എന്ന് പറഞ്ഞ ടീച്ചറും മാഷൊക്കെ എപ്പോഴും കളിയാക്കും. വല്ലതിനൊക്കെ പുറപ്പെടും, ഇത്ര കല്ലായില്ലേ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞ് എന്നും മാഷ് ചീത്ത പറയും. അപ്പോ അതിൻ്റെയൊക്കെ ആ ചീത്തയുടെയൊക്കെ ഫലമായിട്ടെങ്കിലും എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റി എന്നുള്ള ഒരു അഭിമാനം, അത് എനിക്ക് മാത്രമുള്ളതൊന്നുമല്ല, അതിന് കൂടെ നിന്ന് എല്ലാവരുടെ സഹായം കൊണ്ടാണ് ഞാൻ ഈ മുകളിൽ കയറി എത്തിയത്. കുറേ പടികൾ ചവിട്ടിയിട്ട് തന്നെയാണ് വന്നതെങ്കിലും ഞാനായിട്ടുണ്ടാക്കിയ പടിയൊന്നും അല്ല അത്. ഊർധ്വമാരുഹ്യർത്ഥതത്വം ധീ പശ്യതി ശാന്തിമവേദയന്തി എന്ന് അഭിനവ ഗുപ്താചാര്യർ പറയുന്നത് പോലെ പടികൾ ചവിട്ടിയിട്ട് മുമ്പാക്കാൻ വരണമെങ്കിൽ മുമ്പുള്ള ആൾക്കാർ പടി കെട്ടിയിരിക്കണം. അപ്പൊ ആ പടികളിൽ കൂടെ ചവിട്ടി മുമ്പാക്കാൻ വന്നിട്ടാണ് ഈ ഒരു പുസ്തകം ഈ ഒരു രൂപത്തിലെത്തിയത്. അതിന് നീലാണ്ട മാഷ ശ്രീദേവി ടീച്ചർ അവരുടെ സഹായം ഉണ്ടായിരുന്നു. ഭംഗിയായിട്ടുള്ള ഒരു രൂപത്തിലേക്ക് എത്തിക്കാൻ മനസ്സി നാരായണേട്ടൻ എന്ന് ഞാൻ വിളിക്കുന്ന നാരായണൻ, മനസ്സി നാരായണൻ, അദ്ദേഹം ശരിക്കും പറയുകയാണെങ്കിൽ എന്നേക്കാൾ കൂടുതൽ പണിയെടുത്തിട്ടുണ്ടെന്നേ ഞാൻ പറയുള്ളൂ. ഈ ഭംഗിയായിട്ടുള്ള അക്ഷരങ്ങൾക്കും അതുപോലെ തന്നെ ടൈപ്പ് സെറ്റിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത് നാരായണേട്ടനാണ്. അതുപോലെ തന്നെ പ്രിന്റിംഗ് പണികളൊക്കെ നടത്തിയത് എബനസ് പ്രസ്സാണ്. അവർ വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രകാശ് സാറാണ് ഇതിന്റെ ഭംഗിയുള്ള ചട്ടയ്ക്ക് രൂപം കൊടുത്തത്. അതിൽ ശ്രീ പരമേശ്വരന്റെയും ശ്രീ പാർവതിയുടെയും ചിത്രം വേണമെന്നുള്ളത് നീലാണ്ട മാഷും ഞാനും കൂടി ഇരുന്നിട്ട് കൊടുത്താണ്. ബാക്കിയൊക്കെ പ്രകാശ് സ്വാമി സാറാണ്. പ്രകാശ് സ്വാമി സാറിന്റെ അടുത്ത് നിന്ന് പഠിക്കാൻ കുറേ ഉണ്ട്. വരികയാണ്, തീരുമാനങ്ങൾ ചടച്ചടച്ചടാന്ന് എടുക്കുകയാണ്. ഒരു നേതൃത്വത്തിന് വേണ്ടതായിട്ടുള്ള ഗുണഗണങ്ങളാണ് നമുക്ക്, അത് പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓരോ തീരുമാനങ്ങളും എടുക്കുമ്പോൾ അതിൽ ഇനി തെറ്റു വന്നാലും ശരിയായാലും പലരും പലതും പറയാനുണ്ടാവും. പക്ഷെ മുമ്പാക്കം പോവുക എന്നുള്ള ആ ഒരു തീർച്ച അത് വളരെ ശ്ലാഘനീയമാണ്. ഞാൻ വളരെ ജൂനിയർ ആണെങ്കിലും എനിക്ക് മാതൃകാപരമായി തോന്നിയ ചില കാര്യങ്ങൾ, ഞാൻ ഇവിടെ വന്ന് കണ്ട കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവെച്ചു എന്നേ ഉള്ളൂ. പിന്നെ ആദ്യമായിട്ടുള്ളൊരു പുസ്തകം ഇറക്കുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എനിക്ക്. അത് ഇവിടെ തന്നെ ഗുരുവായൂർ വന്ന് മമ്മിയൂർ വന്ന് ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെ, ഒരു ക്ഷേത്രാങ്കണത്തിൽ വന്ന് ചെയ്യാൻ പറ്റി എന്നുള്ളതിൻ്റെ സന്തോഷവുമുണ്ട്. പേപ്പറുകൾ ഞാൻ പ്രത്യേകം പറയുന്നില്ല. അതിൽ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട അതിൻ്റെ വാചികാഭിനയം, മുദ്രകൾ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളുണ്ട്. ധർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ടതുണ്ട്. അതുപോലെ സംഗീതവുമായി ബന്ധപ്പെട്ട വളരെ സുന്ദരമായിട്ടുള്ളൊരു പ്രബന്ധമാണ് സുകുമാരി നരേന്ദ്രമേനോൻ. അവർ പേപ്പറൊന്നും തന്നില്ല, എനിക്കൊരു വോയിസ് അയച്ചിട്ട് കുട്ടി എനിക്ക് എഴുതി തരാനൊന്നുള്ള നേരമൊന്നുമില്ല, ഇത് കേട്ടിട്ട് വരുന്നുണ്ടെങ്കിൽ പേപ്പറാക്കിക്കോളൂ എന്നുള്ളൊരു അനുവാദം കൂടി തന്നു. അങ്ങനെയൊക്കെ ഞാൻ പേപ്പർ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ഗമ കാണിക്കാൻ വേണ്ടി പറയല്ല, അത് വായിക്കുമ്പോൾ അതിൻ്റെ സുഖം നമുക്ക് എന്തായാലും മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ അത്ര രസികൻ പേപ്പറാണത്. അതുപോലെ തന്നെ ഗിരീശൻ എന്ന് പറയുന്ന അദ്ദേഹം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ആണ്. അദ്ദേഹത്തിൻ്റെ ക്ഷേത്രങ്ങളുടെ വാസ്തുവിനെ പറ്റിയിട്ടുള്ള സുന്ദരമായിട്ടുള്ള ഒരു പ്രബന്ധമോ കൂട്ടിച്ചേർക്കലുകളോ വേണമെന്നുണ്ടെങ്കിൽ എന്നെ അറിയിക്കാം. ഇതിന് സഹായമായി നിന്ന എൻ്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ ക്ഷേത്രത്തിലെ എല്ലാ അംഗങ്ങള്, അധ്യാപകര്, എല്ലാവരുടെ മുമ്പിലും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം. മാഷയുടെ ആശയം മുന്നോട്ട് വയ്ക്കുകയാണ്. പുസ്തകാർത്ഥം എന്ന് പറഞ്ഞിട്ട് എഡിറ്റിങ്ങിന് ഒരാൾ വേണ്ട. ഞാൻ ഇതേമാതിരി 2 പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടുള്ളൂ. രണ്ടും സംസാരിച്ചു. അത് കഴിഞ്ഞ് എൻ്റെ ആത്മാർത്ഥ സുഹൃത്ത് ഗുരുവായൂർ നിവാസി ഡോക്ടർ ബാലകൃഷ്ണൻ കോയമ്പത്തൂരിൽ നിന്ന് വിളിക്കുകയാണ്. ഇവരെ എനിക്ക് നല്ലോണം അറിയാം. എൻ്റെ അടുത്ത സുഹൃത്താണ് സരിത മഹേന്ദ്രൻ. നന്നായി ചെയ്യും, പ്രാവശ്യത്തെ ഏരിയട്ടെന്ന് വെച്ച് പറഞ്ഞോളൂ. എന്തായാലും അത് വളരെ വൃത്തിയായി കമ്പൈൻ ചെയ്ത് നമ്മുടെ സാങ്കേതികത്വം മാത്രമാണ്. നാട് പറഞ്ഞ് വേഗം ഇറക്കണുണ്ട്. തീരുമാനിക്കുന്നത് കഴിഞ്ഞ 4-5 അല്ലേ?
4-ാം തീയതിയാണ് ഇതൊക്കെ കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞാലും 8-ാം തീയതി മീറ്റിംഗ് വെച്ചു, നമ്മുടെ സെമിനാർ ആരംഭം വെച്ച് പുസ്തകം കിട്ടണം. അപ്പോൾ അതിനാണപ്പോൾ ടീച്ചർ ഇപ്പോൾ ഇതൊക്കെ വലിയ കാര്യമായിട്ട് തീരുമാനം എടുക്കുന്നത്. അതൊന്നൊരു വിഷയമല്ല. എന്നാൽ ആധുനിക യുഗത്തിൽ, പ്രിൻറ്റിങ് യുഗത്തിൽ എത്ര കോപ്പി വേണമെങ്കിൽ അടിക്കാൻ സാധിക്കും. അത് GK പ്രകാശിൻ്റെ മഹത്വമൊന്നുമല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കേണ്ട. നമുക്കൊന്നുമില്ല. മഹാദേവൻ എന്തോ പറയുന്നത് നമ്മൾ എന്തൊക്കെ ചെയ്യും, അത്രേ ഉള്ളൂ. എന്തായാലും അടുത്തതായിട്ട് സംസാരിക്കാൻ നമ്മുടെ ഗുരുനാഥൻ ശ്രീ രാധാകൃഷ്ണൻ മാഷ് സാധനം ക്ഷണിച്ചു. പിന്നെ ഒരു ഓഫറുണ്ട്. ഇന്ന് ഈ പുസ്തകം വാങ്ങിക്കുന്നവർക്ക് എല്ലാവർക്കും 300 രൂപയാണ് ഇതിൻ്റെ വില. എല്ലാവർക്കും 200 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും പുസ്തകം മേടിച്ച് വായിച്ച് ഹൃദയസ്ഥമാക്കണമെന്ന് കുട്ടികളുടെ അടുത്താണ് പറഞ്ഞത്. അവർക്ക് ഭാവിയിലേക്ക് അത് ഉപകാരം ചെയ്യുന്നു മാത്രമാണ്. മാഷ അവിടെ നിന്ന് സംസാരിച്ചു. വേദിയിലിരിക്കുന്ന ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞ് ഞാൻ അഭിവാദ്യം ചെയ്യുന്നില്ല. അതുപോലെ സദസ്സിലിരിക്കുന്ന എല്ലാ സഹൃദയർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഞാനിങ്ങനെ ഇവിടെ വരാനിടയായത് പ്രകാശസ്വാമി, ഗോവിന്ദദാസ്, KK വിശ്വനാഥൻ ഇവർക്ക് നമ്മുടെ പഴയ ആളുകളാണ്. അവരുടെ ഒരു സ്നേഹപൂർവമായ ക്ഷണം കൊണ്ടാണ് ഞാനിവിടെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടത്. ഇവിടെ വന്നപ്പോഴോ നീലാംഗ മാഷിൻ്റെ പഴയ ആളാണ്. ശ്രീദേവി ടീച്ചർ അവിടെ ഇരിക്കുന്നുണ്ട്. എന്നെ ഓർമ്മയുണ്ടോയെന്ന് എനിക്കറിയില്ല. ശ്രീദേവി ടീച്ചർക്ക് അത് ഞാൻ തൃശ്ശൂർ അവരോട് പ്രധാനി ചെയ്യുന്ന കാലത്ത് അവിടെ വന്ന് ഇളയ ഭാഷയെ കുറിച്ചിട്ട് ഒരു സ്മാരക പ്രഭാഷണം പോലും ഒന്ന് ചെയ്യാനായിട്ട് ഞാൻ വരികയുണ്ടായിട്ടുണ്ട്. പിന്നെ പുലിയാക്ക ഭാഷയെ കുറിച്ചിട്ട് ഞാൻ സംസാരിക്കാൻ വരികയുണ്ടായിട്ടുണ്ട്. അങ്ങനെ ശ്രീദേവി ടീച്ചർ അന്ന് പരിചയമാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പാണ്. പിന്നെ ശ്രീദേവി ടീച്ചർ ഓർമ്മ വരുന്നുണ്ടാവും. അന്ന് അവിടെ ഒരു മിനി ടീച്ചർ ഉണ്ടായിരുന്നു. ആ മിനി ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയിൽ നിന്നാണ്. അത് അദ്ദേഹത്തിൻ്റെ സുഹൃത്തിൻ്റെ ഭാര്യ മകളായിരുന്നു മിനി. അപ്പോൾ എന്തായാലും ഇങ്ങനെ വരാനിടയായത് എനിക്ക് വളരെ വലിയ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നിന്ന് സംസാരിക്കാൻ സാധിക്കാതിരിക്കുന്നു എന്നുള്ളത് ഇരുന്ന് സംസാരിക്കേണ്ട പ്രായമാകുമ്പോൾ ഇരുന്നിട്ട് സംസാരിക്കണം എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഇരുത്തം വരെയാണല്ലോ, അതാണ് ഇരുന്ന് സംസാരിക്കുന്നതിന് കാര്യം. പിന്നെ ഈ ഞാനിവിടെ വരുമ്പോൾ കേട്ടത് പ്രകാശസ്വാമി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഹിന്ദു മത സംസ്കാര സംഭവത്തെക്കുറിച്ച് 1947 തുടങ്ങി 17 കൊല്ലക്കാലം നീണ്ടു നിന്ന ഒരു സംഗതിയാണ്. ആ 17 കൊല്ലക്കാലം അതിലെ ഒരു വിദ്യാർത്ഥിയായിട്ട്, അന്ന് ഞാൻ വിദ്യാർത്ഥി എന്ന രീതിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഒരാൾ എന്ന രീതിയിൽ അതിൻ്റെ തൽഫലങ്ങളെക്കുറിച്ചൊക്കെ അനുഭവിക്കുമ്പോൾ ഇന്ന് വളരെ അത്ഭുതം തോന്നാറ്. എത്ര പ്രഗത്ഭന്മാരായ ആളുകളാണ് ഇന്ത്യയിലുള്ള എല്ലാ ഭാഷകളിലുള്ള പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾ വന്നിട്ട് വിവിധങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് 3 ദിവസം നീണ്ടു നിൽക്കുന്ന നിറഞ്ഞ സദസ്സുള്ള, അത് പ്രത്യേകം ഓർക്കണം, നിറഞ്ഞ സദസ്സുള്ള ഒരു പഴയ സത്രമോളായിരുന്നു. അതിനു മുമ്പ് ഇവിടെ ജയശ്രീ തിയേറ്ററിലായിരുന്നു. ഇങ്ങനെ പല സ്ഥലത്തായിട്ട് ആ നടന്ന സമ്മേളനത്തിൻ്റെയൊക്കെ ഓർമ്മ എനിക്ക് ഇപ്പം ഇങ്ങനെ വരികയാണ്. 24ാമത്തെ വയസ്സിലാണ് സുകുമാര അഴീക്കോട് വന്നിട്ട് ഉപനിഷത്തുകളിലെ ഈശ്വരൻ എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അന്ന് ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഈശാവാസ്യ ഉപനിഷത്തിനെ ആസ്പദമാക്കിയിട്ട് ഇത് മറ്റു ഉപനിഷത്തുകളെ ആസ്പദമാക്കിയിട്ട് ഈ ഈശ്വര സങ്കല്പം എന്താണ് എന്ന് അദ്ദേഹം പറഞ്ഞ ആ രംഗം നല്ല ഓർമ്മയുണ്ട്. ശാസ്ത്രനാഥ് അച്യുതൻ മാഷ് പറയാറുണ്ട്, ആ പ്രസംഗം കേട്ടിട്ടാണ് ഞാൻ അന്ന് മാഷ് ചെറുപ്പാണ് ഈ ഇവിടെ ശാന്താഭിഷ്ടോട് വന്നിട്ട് ഞാൻ ഈശാവാസ്യ ഉപനിഷത്ത് വാങ്ങി. കുറച്ച് മന്ത്രമല്ലേ അതിനുള്ളൂ. ആ മന്ത്രമൊക്കെ ഞാൻ അന്ന് രാത്രി ബൈഹാക്ക് വിളിച്ചു. പിറ്റേ ദിവസം എൻ്റെ അച്ഛനെ ഞാൻ ചൊല്ലിക്കൊടുത്തു. അച്ഛൻ സംസ്കൃത പണ്ഡിതനായിരുന്നു. ചൊല്ലിക്കൊടുത്തു. അപ്പം അച്ഛൻ എന്നെ അനുഗ്രഹിച്ചു. അനുഗ്രഹം കൊണ്ടാവും ഞാൻ ഇതിലേക്ക് ആയത് എന്ന് അച്യുതൻ മാഷ് കൂടി പറയുന്നത്. അപ്പോൾ അങ്ങനെ പലർക്കും പ്രേരകമായിട്ടുള്ള പല യുവാക്കൾക്കുമൊക്കെ എന്നെപ്പോലുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനൊരു വിഷയത്തിലേക്ക് അഭിരുചി വരാൻ തന്നെ കാരണം അത്തരം സംസ്കാര സമ്മേളനമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതിനൊരു മതച്ഛായ ഉണ്ടായിരുന്നില്ല എന്ന് പ്രത്യേകമായിട്ട് പറയാം. വിഷയങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളായിരുന്നു. ഒരു കുറിയത്തെ വിഷയം ഞാൻ ഇങ്ങനെ ഓർക്കുകയാണ്. മേശയെ പരസ്യീകരിച്ച് അനേക അധർമ്മം ഒരു പുരുഷന്മാരാൽ മഹാഭാരത പര്യടനത്തിൽ എഴുതുന്നുണ്ടായിരുന്നു. ആ ഒരൊറ്റ വിഷയമായിരുന്നു ഒരു ദിവസത്തെ ചർച്ച. മേശയെ പരസ്യീകരിച്ച് അനേക അധർമ്മം. 2 രീതിയിൽ അർത്ഥം പറയാം. അധർമ്മം ചെയ്യാമെന്ന് പറയാം, ചെയ്യരുതെന്ന് പറയാനോ 2 രീതിയിൽ അർത്ഥം പറയാം. അപ്പം അതുങ്ങൾ അന്വേഷിച്ച് മാറ്റി വയ്ക്കേ വേണ്ടു. എന്താണ് മാർക്കാണ്ഡേയ മഹർഷി അവിടെ ഉദ്ദേശിച്ചത് എന്നതിനെക്കുറിച്ച് കേളി തിരിഞ്ഞിട്ടുണ്ടായിട്ടുള്ള വാദപ്രതിവാദ രംഗങ്ങളൊക്കെ ഞാൻ ഇന്നും ഓർക്കുകയാണ്. പക്ഷെ അന്നൊന്നും അത് അച്ചടിച്ച്
സൂക്ഷിക്കാനായിട്ട് സാധിക്കില്ല എന്നത് വലിയൊരു കഷ്ടം. കൂടിയാട്ടത്തെ കുറിച്ചിട്ട് അന്ന് എൻ വി കൃഷ്ണപാലിയുടെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് KP നാരായണപ്രസാദിൻ്റെ വാക്ക് കൂടിയാട്ടം പോയി പഠിച്ച് വടക്കുന്നാഥ ക്ഷേത്രത്തിൽ പോയിട്ട് കൂത്ത് കണ്ട് കൂടിയാട്ടം കണ്ട് ചാക്യാരുടെ അടുത്ത് പോയിട്ട് കൂടിയാട്ടത്തെ കുറിച്ച് പഠിച്ച് കൂടിയാട്ടവും കൂത്തും എന്നുള്ള ലേഖനം എഴുതിയൊന്ന് കണ്ടുവെക്കാം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഇത്തരം ഈ സംസ്കാര സമ്മേളനങ്ങളൊക്കെ നമ്മൾ അറിയാതെ നമ്മുടെ ചില സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിപ്പോൾ എനിക്കിന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് അത്തരം സ്വാധീനങ്ങളൊക്കെ നമ്മുടെ ഹൃദയത്തിൽ ചെലുത്തിയത് അത്തരം സമ്മേളനങ്ങളായിരുന്നു, പ്രഗത്ഭന്മാരുടെ സമ്മേളനങ്ങളായിരുന്നു എന്നുള്ളത്. അത് നിന്നുപോയത് 1964 അത് എല്ലാം തയ്യാറായി വന്നപ്പോഴാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെ നിര്യാണം ഉണ്ടായത്. അതോടുകൂടി അതവിടെ നിന്നുപോയി. പിന്നീട് അത് പലപാട് ഓർമ്മിപ്പിച്ചുവെങ്കിലും മാറി മാറി വന്ന ഭരണകൂടങ്ങൾക്കൊന്നും അതിന് താല്പര്യമില്ലാത്തത് കൊണ്ടോ എന്തോ അടി വിജയഭാഷ പറഞ്ഞ പോലെയുള്ള തെറ്റിദ്ധാരണ കൊണ്ടോ എന്തോ അത് ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇന്നിപ്പോൾ ഈ മമ്മിയൂർ ക്ഷേത്രം നടത്തുന്ന ഇതേ രീതിയിലായിരുന്നു അന്ന് നടന്നിരുന്നത്. അതായത് ഓരോ ദിവസവും വിഷയം എന്നതായിട്ട് സങ്കല്പിക്കുക. ഉപനിഷത്തുകളെ കുറിച്ചാണെങ്കിൽ ഒരു ദിവസം അതാണ്, ഒരു ദിവസം ഇതിഹാസങ്ങളായിരുന്നു, അല്ലെങ്കിൽ ഒരു ദിവസം ഉപനിഷത്ത് വേദത്തെ സംബന്ധിച്ചുള്ളതാണ്. ഇങ്ങനെ പ്രത്യേകമുള്ള ശാഖകളെ മീമാംസയെക്കുറിച്ചിട്ട്, വ്യാകരണത്തെക്കുറിച്ചിട്ട്, അതുപോലെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചിട്ട് വ്യത്യസ്തങ്ങൾ, അതുപോലെ വൈദ്യശാസ്ത്രത്തെക്കുറിച്ച്, ജ്യോതിഷത്തെക്കുറിച്ച്, ഇങ്ങനെ ഈ ഭാരതീയമായ തത്വചിന്തയുടെ ഏതെല്ലാം ബ്രാഞ്ചുകൾ ഉണ്ടായിട്ടുണ്ടോ ആ ബ്രാഞ്ചുകളെ സാഹിത്യ വഴി ഒഴിവാക്കിയിട്ടുണ്ടാവും എന്ന് പറയാം. ആ ബ്രാഞ്ചുകളെ മുഴുവൻ സ്പർശിക്കുന്ന രീതിയിലായിരുന്നു അന്ന് ആ സമ്മേളനമൊക്കെ നടത്തിയിരുന്നത്. അതേപോലെ ഞാൻ മമ്മിയൂർ ഈക്ഷ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ വ്യത്യസ്തങ്ങളായ ഓരോ കൊല്ലവും വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെക്കുറിച്ച് പ്രഗത്ഭരായ പണ്ഡിതന്മാർ വന്നിട്ട് പ്രസംഗിക്കുന്നു. അത് കേൾക്കാൻ കുറേ ആളുകൾ വന്നിരിക്കുന്നു. ഇത് ഇപ്പോൾ ഇതുകൊണ്ട് എന്ത് നേട്ടം എന്ന് ചോദിച്ചാൽ ഈ നേട്ടം പിന്നീടാണ് മനസ്സിലാക്കാൻ കഴിയുക. ഈ നമ്മുടെ മനസ്സിലൊരു സംസ്കാരം വളരുന്നു. സാധാരണ ഇടയ ഭാഷയൊക്കെ, ഞാൻ ഇടയ ഭാഷ ശിഷ്യനായതുകൊണ്ട് പറയുകയാണ്, ഇടയ ഭാഷയൊക്കെ പറയാറുണ്ട് ഈ സംസ്കാരം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയുമോ? ഇപ്പോൾ നല്ലപോലെ മഴ പെയ്തിട്ട് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുകയാണ്. കുറേ കഴിഞ്ഞാൽ ആ വെള്ളം പറ്റും. വെള്ളം പറ്റിക്കഴിഞ്ഞാൽ അടിയിൽ ഊറുന്ന കുറച്ച് സാധനം ഉണ്ടല്ലോ, അതാണ് ഈ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം പ്രഭാഷണ പരമ്പരകൾ ധാരാളമായിട്ട് കേട്ടിട്ട് അങ്ങനെ മനസ്സിൽ അങ്ങനെ നിറയെ ഇങ്ങനെ ഒരു ആവേശം നിറയുമ്പോൾ അടിയിൽ ഊറുന്ന എന്തോ ചിലതുണ്ട്, നമ്മളറിയാതെ എന്തോ ചിലതുണ്ട്. ആ ചിലതിനാണ് എന്ന് പറയുക സംസ്കാരം എന്ന് പറയുക. അത്തരം ഒരു സംസ്കാരം വളർത്തിയെടുക്കാനുള്ള സാഹചര്യങ്ങൾ നിന്നില്ല എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ ക്ഷേത്രത്തിൽ വരുന്നു, തൊഴുന്നു പോകുന്നു, അവർക്ക് സഗുണോപാസന എന്താണെന്ന് അറിയില്ല, നിർഗുണോപാസന എന്താണെന്ന് അറിയില്ല, പ്രതിഷ്ഠ എന്താണെന്ന് അറിയില്ല, താന്ത്രിക പൂജാക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. അവരേതോ ഒരു വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങനെ നയിക്കപ്പെട്ടു വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയല്ലാതെ ഇതിനൊക്കെ അടിസ്ഥാനപരമായ ചില തത്വങ്ങളുണ്ട് എന്നും ആ തത്വങ്ങളൊക്കെ വളരെ ശ്രദ്ധേയങ്ങളായിട്ടുള്ളതാണെന്നും പലപ്പോഴും അത് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ് എന്നുമൊക്കെ ബോധിപ്പിക്കാൻ കഴിഞ്ഞാൽ അത് കുറേ കൂടി നല്ലതായിരിക്കും. അറിഞ്ഞ് കാര്യങ്ങൾ ചെയ്യുന്നതും അറിയാതെ കാര്യങ്ങൾ ചെയ്യുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇത്തരം വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്ന് തോന്നാറുണ്ട്, പലപ്പോഴും തോന്നാറുണ്ട്. അതുകൊണ്ടാണ് പഴയ കാലത്ത് ക്ഷേത്ര കലകളൊക്കെ ഉണ്ടായത്. ക്ഷേത്രത്തിലെ കാര്യം ഈ പുരാണ ഇതിഹാസങ്ങൾ സാധാരണക്കാരിൽ എത്തിക്കുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. കഥകളി ആയാലും കൂത്തായാലും ഓട്ടംതുള്ളലായാലും പാഠകമായാലും എല്ലാം ചെയ്തുകൊണ്ടിരുന്നത് ഈ സാധാരണക്കാരിലേക്ക് ഇതൊക്കെ എത്തിക്കുക എന്നുള്ളതായിരുന്നു. അതും വേണ്ട പോലെ നടക്കുന്നില്ല എന്നുള്ളതാണ് കാര്യം. അതുകൊണ്ട് ഇപ്പോൾ ക്ഷേത്രം തന്നെ ഏതാണ്ടൊരു വ്യവസായശാല പോലെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ പാടുന്നു എനിക്കറിയില്ല. കാരണം വെച്ചാൽ ഈ വരവിലാണ് ശ്രദ്ധ കൂടുതലെന്ന്. ക്ഷേത്രത്തിലേക്ക് എങ്ങനെയാണ് വരവ് കൂട്ടേണ്ടത് എന്ന കാര്യത്തിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഞാൻ സമയോടുകൂടി പറയാണ്. ഞാൻ ക്ഷമിക്കണം അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്ന ഒരു കാലഘട്ടത്തിൽ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനെ ചിലർ ചെയ്യാൻ ചിലർക്ക് തോന്നുന്നുണ്ടല്ലോ എന്നതാണ് ഏറ്റവും സന്തോഷാവഹമായിട്ടുള്ള കാര്യം. അതിപ്പോൾ വിജയമാഷ് ചെയർമാനായിട്ട് വന്നതിന് ശേഷം വിജയമാഷ് അവിടെയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നാരായണീയത്തിൻ്റെ സമയത്ത് ഒരു ചർച്ചായോഗം അവിടെ വെക്കാറുണ്ട്. അതുപോലത്തെ കൃഷ്ണഗീതിയുടെ സമയത്ത് അവർ ചർച്ചായോഗം വെക്കാറുണ്ട്. പൊന്താനി സ്ത്രീകളിപ്പോൾ അടുത്ത് വരുന്നുണ്ട്, അതിന് ചർച്ചായോഗം വെക്കാറുണ്ട്.
അങ്ങനെ അദ്ദേഹം അതിലേക്കുള്ള ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിലേക്കൊക്കെ കുഴപ്പമെന്ന് വെച്ചാൽ ആളുകളെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. സദസ്യരാവാൻ ആളുകളെ കിട്ടുന്നില്ല, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നില്ല എന്നുള്ളത് അവിടെയും ഇവിടെയും ഒരു പ്രശ്നം തന്നെയാണ്. നമുക്ക് കൂടുതൽ പബ്ലിസിറ്റി കൊടുക്കാവുന്ന രീതിയിലുള്ള വഴി എന്താണെന്ന് കൂടി ആലോചിച്ചാൽ ഇത് ഏറ്റവും നല്ലൊരു വഴിയാണ്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഈ അതിരുദ്ര ആദ്യമായിട്ട് തുടങ്ങിയ കൊല്ലം എനിക്കൊന്നും ഓർമ്മയുണ്ട്. 10 ദിവസവും അതിൻ്റെ ആ പ്രോഗ്രാം കമ്മിറ്റിയുടെ കൺവീനർ ഞാനായിരുന്നു അന്ന്. 10 ദിവസവും അവിടെ ഇന്ന് ഈ കൈലാസമൊന്നും ഇല്ലാത്ത കാലമാണ്. ആ സ്റ്റേജിൽ നിൽക്കുന്ന സ്ഥലത്ത് ഒരു ഷെഡ് കെട്ടിയിട്ട് ആ ഒരു സ്റ്റേജൊക്കെ ഉണ്ടാക്കിയിട്ട് അവിടെയാണ് സാംസ്കാരിക സദസ്സ് മുഴുവൻ നടന്നത്. ഈ 10 ദിവസവും സാംസ്കാരിക സദസ്സ് അവിടെ നടത്തിയുണ്ടായി. പ്രഗത്ഭരായ പല ആളുകളെ കൊണ്ടുവന്നിട്ട് ആ സദസ്സ് നടന്നു. അന്ന് എക്സിക്യൂട്ടീവ് ഓഫീസറെ LK രാജഗോപാലൻ പറഞ്ഞ ആളായിരുന്നു എക്സിക്യൂട്ടീവ് ഓഫീസറെ. പക്ഷെ അവരാരും ആ പ്രബന്ധം തന്നില്ല. 4-5 ആൾ മാത്രമേ പ്രബന്ധം തന്നുള്ളൂ. അഴിക്കോടുമായിട്ടൊന്നും പ്രബന്ധം തന്നില്ല. പക്ഷെ പ്രസംഗിക്കാമായി അറ്റിത്തം ഒന്നും പറയുണ്ടായി. വേദങ്ങളെ കുറിച്ചിട്ടാണ് അഴിക്കോടുമായി സംസാരിച്ചത്. പക്ഷെ ആ പ്രബന്ധമൊന്നും തന്നില്ല. പിന്നീട് വന്ന കമ്മിറ്റികൾ ഒന്നും അത് ശ്രദ്ധിച്ചില്ല. ഇപ്പോൾ ഈ വന്ന ഈ പുതിയ കമ്മിറ്റി ഉണ്ടല്ലോ, രണ്ടാമത്തെ പ്രാവശ്യമില്ല, നാലാമത്തെ പ്രാവശ്യം. ഇപ്പോഴടുത്താണ് ഈ 19-ന് ശേഷമാണ് ഇതിങ്ങനെ ചില മാറ്റങ്ങൾ വേണം എന്നൊരു തോന്നലൊക്കെ എനിക്കുണ്ടായത്. തീർച്ചയായിട്ടും ഈ തോന്നൽ അനുസ്യൂതമായിട്ട് ആര് വന്നാലും അനുസ്യൂതമായിട്ട് ഈ തോന്നലുണ്ടാവുകയും കൂടുതൽ ക്ഷേത്ര സംബന്ധിയായ കാര്യങ്ങളിലേക്കും അതുപോലെ ഭാരതീയ ദർശനങ്ങളിലേക്കും അവരുടെ ഒരു കാഴ്ചപ്പാട് മാറ്റിയെടുത്ത് അതിൻ്റെ സാംസ്കാരികമായിട്ടുള്ള ഒരു മാനവികത വളർത്തിയെടുക്കാനുള്ള ഒരു ശ്രമം എന്ന രീതിയിൽ ഈ പ്രവർത്തനം വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും വിനീത നമസ്കാരം. ഇന്നത്തെ ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച ശ്രീ ഷാജി, അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്ന ഞങ്ങൾ സ്നേഹപൂർവ്വം പ്രകാശൻ സ്വാമി എന്ന് വിളിക്കുന്ന GK പ്രകാശൻ, ഉദ്ഘാടനം ചെയ്ത ആദരണീയനായ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ വിജയൻ സാർ, ഇതിൻ്റെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഇതിൻ്റെ എല്ലാം കോർഡിനേറ്ററായ ഞങ്ങളെല്ലാം ഇതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന നീലകണ്ഠൻ സാർ, ഈ പുസ്തകം ഇത്ര ഗമനീയമായ രീതിയിൽ ഒരുക്കിയ ഡോക്ടർ സരിത മഹേശ്വരൻ, ഏറ്റവും ആദരണീയനായ പുസ്തക പ്രകാശനം നിർവഹിച്ച രാധാകൃഷ്ണൻ മാഷ്, മമ്മിയൂർ ദേവസ്വം മെമ്പറായ ട്രസ്റ്റി ബോർഡ് മെമ്പറായ ഗോവിന്ദദാസ് സർ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, സദസ്യരെ, ബഹുമാന്യപ്പെട്ട ശ്രീദേവി ടീച്ചർ, എല്ലാവർക്കും വിനീത നമസ്കാരം. എന്നോട് പ്രകാശൻ സ്വാമി കഴിഞ്ഞ ആഴ്ചയാണ് വിളിച്ചു പറഞ്ഞത്, 1-ാം തീയതിയാണ് വിളിച്ചു പറഞ്ഞത്, ഇങ്ങനൊരു പുസ്തകം തയ്യാറായിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രകാശനമുണ്ട്, അതൊന്ന് സ്വീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചത്. അപ്പം ഞാൻ പറഞ്ഞു സ്വീകരിക്കാം, പുസ്തകം ഒന്ന് സ്വീകരിക്കുകയല്ലേ വേണ്ടു, സ്വീകരിക്കാം എന്ന് പറഞ്ഞു. അതിനുശേഷം നീലാണ്ടനാഷ് വിളിച്ചു, ആ പുസ്തകത്തെക്കുറിച്ചൊരു 10 വാചകം പറയണം എന്ന് പറഞ്ഞു. അതിനുശേഷം പറഞ്ഞു പിന്നെ രണ്ടാമത് വിളിച്ചപ്പോൾ ഒരു 10 മിനിറ്റ് പറയണം എന്ന് പറഞ്ഞു. മോഹങ്ങൾക്ക് അതിരില്ലല്ലോ. പിന്നീട് സാറ് എന്നെ വിളിച്ചു പറഞ്ഞു, ആ പുസ്തകത്തെക്കുറിച്ച് വായിച്ച് ഒരു 20 പേജ് തയ്യാറാക്കി തരണം എന്ന് പറഞ്ഞു. സാറിനോട് ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഇങ്ങനെ ചെങ്ങലയായി പണിയിട്ടുള്ളത് എല്ലാം ഞാൻ ഓക്കെ പറഞ്ഞിട്ടുണ്ട്. കുറേശ്ശെയായിട്ട് ഇൻജെക്ട് ചെയ്യുകയാണ് ചെയ്തത്. അപ്പൊ എല്ലാം സമ്മതിക്കാണ്ട് പറ്റില്ലല്ലോ. പ്രകാശനം ചെയ്യാനും സമ്മതിച്ചുകൊണ്ടാണല്ലോ ഇതെല്ലാം സമ്മതിക്കേണ്ടി വന്നത്. പക്ഷെ എങ്കിലും ഇത്ര മഹനീയമായ ചടങ്ങില്, ഇത്രയും നല്ലൊരു വേദിയില് ഇങ്ങനൊരു അവസരം കിട്ടിയതില്, അവസരം തന്നതില് എല്ലാ സംഘാടകർക്ക്, പ്രത്യേകിച്ച് പ്രകാശൻ സ്വാമിക്ക് എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ പുസ്തകം സാധാരണ സെമിനാറുകൾ എല്ലായിടത്തും നടത്താറുണ്ട്. ഇപ്പം ഞങ്ങൾ ശ്രീകൃഷ്ണ കോളേജിലും സെമിനാറുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ സെമിനാർ നടത്തുന്ന രീതി എന്താ വെച്ചാൽ ഓൺലൈൻ, അപ്പം തന്നെ ഓൺലൈൻ സ്ട്രീമിംഗ് ആണ്. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ആളുകളിലേക്ക് അപ്പോൾ തന്നെ എത്തും എന്നുള്ളൊരു രീതിയാണ്. അപ്പോൾ സർവകലാശാലകളിലും കോളേജ് ഡിപ്പാർട്ട്മെൻറ്റുകളിലും എല്ലാം അക്കാഡമികമായിട്ടുള്ള ആ ചുറ്റുപാടുകളെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ നടത്തുന്ന സെമിനാറിന്
അങ്ങനെ ഒരു ഡോക്യുമെന്റേഷൻ ചെയ്യുന്നതിൽ അത്ഭുതമൊന്നുമില്ല. അതിനുള്ള എല്ലാ അക്കാഡമികമായിട്ടുള്ള സവിശേഷതകളും അല്ലെങ്കിൽ എല്ലാ അന്തരീക്ഷവും എല്ലാം അവിടെ ഉണ്ടാവും. പക്ഷെ ഇവിടെ ഒരു ക്ഷേത്രത്തിന്റെ ഭാഗമായി നടന്ന സെമിനാർ, അതും തുടർച്ചയായിട്ട് എനിക്ക് തോന്നുന്നു 2019 ഇങ്ങനെ ഒരു ആശയം ഉണ്ടായത്. 19 സെമിനാറായിട്ടല്ല നടത്തിയത്, കൂടിയാട്ട മഹോത്സവമായിട്ടാണ് നടത്തിയത്. അന്ന് ഞാനും ലക്ഷ്മിയും അതുപോലെ മാഷും പ്രകാശ് സ്വാമിയും അതുപോലെ വെങ്കടേശ്വരൻ സാറ് സംഗീതജ്ഞൻ, അദ്ദേഹം എല്ലാവരും ചേർന്നിരുന്ന് വിപുലമായിട്ട് രാമല രാമചാക്യാർ എല്ലാ വിഭാഗത്തിലും മേഖലകളിലും പെട്ട ആളുകൾ ഇരുന്നൊരു വലിയ വിപുലമായ മീറ്റിംഗ് ഉണ്ടായി. അതിനുശേഷമാണ് ആ കൂടിയാട്ട മഹോത്സവത്തിന്റെ ഒരു രൂപരേഖ ഉണ്ടായത്. വളരെ നല്ല രീതിയിൽ ജനകീയമായിട്ട് ഒരുപാട് ആളുകൾ വന്ന് ചേർന്ന് പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു, നല്ലൊരു പരിപാടിയായിരുന്നു. അതിനുശേഷമാണ് ഇതിങ്ങനെ സെമിനാറായിട്ടും ഇങ്ങനെ മുഴുനീള 2-3 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സെമിനാറായിട്ടും എല്ലാം അത് വളർന്നു വന്നത്. അപ്പോൾ അത് ഒരു സ്ഥിരമായി ഇന്ന സമയത്ത് അതിരുദ്രത്തിനോട് മുന്നോടിയായിട്ടോ അതിനോട് അനുബന്ധിച്ചോ നടത്തുന്ന സെമിനാർ കൃത്യമായിട്ട് സർവകലാശാലകളെല്ലാം നടത്തുന്ന അല്ലെങ്കിൽ അതിനേക്കാൾ ശുഷ്കാന്തിയോടുകൂടി നടത്തുക എന്ന് പറയുന്നത് വലിയൊരു ശ്രമകരമായ അല്ലെങ്കിൽ ഒരു സമർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കാര്യമാണ്. ഇത് ആളുകളെ കൊട്ടിഘോഷിക്കാനോ ആളുകളുടെ ആളുകളെ വന്ന് ചേർത്താൻ ഒരു ഗാനമേള പോലെയുള്ള ഒരു പരിപാടിയല്ല, ഒരു പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. പക്ഷേ അത് വളരെയധികം ആളുകളിലേക്ക് ചേർന്ന് ഇവിടെ വരുന്ന ഓരോരുത്തരും അംബാസഡർമാരാണ്. അവരൊരു വാക്കെങ്കിലും ഇതിനെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ സെമിനാറിൻ്റെ സാർത്ഥക്യം തന്നെയാണ്. അല്ലെങ്കിൽ അതിൻ്റെ വിഷയങ്ങളുടെ ഒരു വൈപുല്യം അല്ലെങ്കിൽ വിഷയത്തിൻ്റെ വൈപുല്യം, ആ ഒരു ചൈതന്യത്തിൻ്റെ വൈപുല്യം തന്നെ ഈ പറയുന്ന ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളിലും എല്ലാം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സരിത വളരെയധികം പണിപ്പെട്ടിട്ടാണ് സരിതയുടെ ഒരു ശ്രമം അല്ലെങ്കിൽ സരിതയോട് സമ്മതം മൂളിയത് കൊണ്ടാണ് നമുക്കെല്ലാം എനിക്കും കാക്കാശ്ശേരി മാഷ്ക്കും ഈ പുസ്തകം സ്വീകരിക്കാനും പ്രകാശനം ചെയ്യാനൊരു അവസരം ഉണ്ടായത്. ഇതിന് ഏറ്റവും പ്രധാനം സുഹൃത്ത് സരിത തന്നെയാണ്. അപ്പം സരിത പുസ്തകത്തിൻ്റെ കുറച്ച് ഉള്ളടക്കത്തെ കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എങ്കിലും ഞാൻ തോന്നിയത് അല്ലെങ്കിൽ പറയണമെന്ന് തോന്നിയ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒന്നാമതായിട്ട് ഞാൻ വായിച്ചപ്പോൾ സാർ എനിക്ക് PDF അയച്ചു തന്നിരുന്ന പുസ്തകം കാണുന്നതിന് മുമ്പ് അതിൽ ആദ്യമായിട്ടുള്ളത് ശ്രീദേവി ടീച്ചറുടെ പ്രബന്ധമാണ്. കേരളത്തിലെ കാളി ആരാധന, താന്ത്രിക പദ്ധതിയും ജനകീയ പാരമ്പര്യവും ആണ് അതിൻ്റെ ശീർഷകം. വളരെ ടീച്ചറെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല, എങ്കിലും ഇവിടെയുള്ളവർ അറിയാൻ വേണ്ടി മാത്രം പറയുകയാണ്. വളരെ പണ്ഡിതോചിതമായ രീതിയിൽ ഒരു സെമിനാറിൻ്റെ പേപ്പർ എന്തെല്ലാം പ്രസൻറ്റ് ചെയ്യണം, ഏതെല്ലാം രീതിയിൽ അത് ഉൾക്കൊള്ളിക്കണം, എല്ലാം വേണ്ടത്ര റെഫറൻസായിട്ട് വിലയേറിയ ഗ്രന്ഥങ്ങൾ അവയുടെ പ്രസാധനം സഹിതം എല്ലാം വളരെ നല്ല രീതിയിൽ തന്നെയാണ്. ഒട്ടും ലാഘവബുദ്ധിയോടെ അല്ല, ഇതൊരു ക്ഷേത്രത്തിൻ്റെ ആണല്ലോ എന്ന് വിചാരിച്ചില്ല. ഒരു UGC പ്രബന്ധം എങ്ങനെയാണോ ടീച്ചർ തയ്യാറാക്കുന്നത് അതുപോലെ തന്നെയാണ് ടീച്ചർ അത്ര ഗൗരവത്തോടുകൂടി അത്ര ശ്രദ്ധയോടുകൂടിയിട്ടാണ് ഇത് തയ്യാറാക്കിയതെന്ന് വായിച്ചാൽ മനസ്സിലാവും. ടീച്ചർ പറഞ്ഞ ചില കാര്യങ്ങൾ മാത്രം അവിടെ സൂചിപ്പിക്കുകയാണ്. ആദിമമായ മതവിശ്വാസവും ആരാധനാ സമ്പ്രദായങ്ങളും അതിൽ ആ വിഷയങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അമ്മ ദൈവ ആരാധന, കാളി ആരാധനയുടെ കലാരൂപങ്ങൾ, അഭ്യാസ പ്രധാനം, വെറുതെ കലാരൂപങ്ങളല്ലാതെ നമ്മളുടെ എല്ലാ തരത്തെയും സ്പർശിക്കുന്ന രീതിയിലുള്ള ഒരു അഭ്യാസ പ്രകടനത്തോടു കൂടിയ കലാരൂപങ്ങളാണ്. അതിൻ്റെ കൂടെ ആത്മസമർപ്പണമുണ്ട്. അനുഷ്ഠാന പ്രധാനമായ വിപുലമായ താന്ത്രിക പദ്ധതികൾ കാളി ആരാധനയുടെ, അങ്ങനെ വളരെ നല്ല രീതിയിൽ റെഫറൻസോടുകൂടി തയ്യാറാക്കിയ ഒരു ഗവേഷണ പ്രബന്ധത്തോടുകൂടി വളരെ നല്ലൊരു തുടക്കമാണ് ഈ ഗ്രന്ഥത്തിന് സമ്മാനിച്ചത് എന്ന് പറയാതെ വയ്യ. അടുത്തത് ഡോക്ടർ E. ശ്രീധരൻ സാറിൻ്റെ ക്ഷേത്രങ്ങളും ജ്യോതിഷ ഗണിത പാരമ്പര്യവും എന്ന വിഷയത്തിലുള്ള പേപ്പറാണ്. വേദാന്ത ശാസ്ത്രമായ ഗ്രന്ഥത്തിൻ്റെ ഉത്ഭവം, വികാസം, ജ്യോതിഷത്തിൻ്റെ പ്രായോഗികത, അങ്ങനെയുള്ള ഏറ്റവും ആധുനികമായ രീതിയിൽ ജ്യോതിഷത്തെ കൈകാര്യം ചെയ്യുന്ന രീതികൾ, അതിൻ്റെ വേദപരമായ ഉത്ഭവം അല്ലെങ്കിൽ അതിൻ്റെ ആവിർഭാവത്തോടു കൂടി തന്നെ വളരെ കൃത്യമായി സാറിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അടുത്ത ക്ഷേത്ര വാസ്തു ഡോക്ടർ P. ഗിരീശൻ സാറ് പരാമർശിച്ചിട്ടുണ്ടായിരുന്ന ഗിരീശൻ സാറിന് എഞ്ചിനീയറാണ്. അദ്ദേഹം ക്ഷേത്ര സങ്കല്പം, വിവിധതരം വാസ്തു, തച്ചുശാസ്ത്ര സിദ്ധാന്ത പ്രകാരമുള്ള നിർമ്മാണ തത്വങ്ങൾ, ശില്പനിർമ്മാണം, വിവിധ ആകൃതികളിലുള്ള ശ്രീകോവിലുകൾ, അങ്ങനെയുള്ള ആ ആരാധനയ്ക്ക് അനുയോജ്യമായി എങ്ങനെയാണ് ഒരു ക്ഷേത്രത്തെ രൂപപ്പെടുത്തേണ്ടത്, ആ ചൈതന്യത്തെ നിലനിർത്തുന്ന രീതിയിൽ എങ്ങനെയാണ് വാസ്തു ഉപയോഗിക്കേണ്ടത് വളരെ നല്ല രീതിയിൽ അതിനെ പ്രതിപാദിച്ചിട്ടുണ്ട്.
അടുത്തത് വേദങ്ങളും ധർമ്മശാസ്ത്രവും ഡോക്ടർ ശേഷാദ്രിനാഥ ശർമ്മ സാറ് ഇതിൽ വളരെ ആധികാരികമായി തന്നെ ഇതിൽ ധർമ്മ പഠനത്തിലൂടെ മാനവിക സമത്വമുണ്ടാക്കാനും തദ്വാര വ്യാവഹാരിക ലോകത്ത് സന്തോഷം നേടാനും പാരമാർത്ഥിക സത്തയെ തിരിച്ചറിയുന്നതിന് സാധിക്കുന്നതായ ഒരുപാട് ഉപാധികൾ അല്ലെങ്കിൽ അതിൻ്റെ വിഷയങ്ങൾ ധാരാളമായിട്ട് പരാമർശിച്ചിട്ടുണ്ട്. ഒരു വലിയ വീക്ഷണമാണ് ഇതിൽ കാണുന്നത്. ദോഷഹാനിയും ഗുണാധാനവുമാണ് വേദപഠനം കൊണ്ട് നേടുന്നത്, അല്ലെങ്കിൽ അത് നേടേണ്ടത് എന്നുള്ളൊരു സന്ദേശം അതിൽ അദ്ദേഹം പറയുന്നുണ്ട്. ഇത് ക്ഷേത്രങ്ങളും സംഗീതത്തിൻ്റെ വളർച്ചയും ഇപ്പോൾ ശ്രദ്ധ പറഞ്ഞതാണ്. സുകുമാരി നരേന്ദ്രമേനോൻ മാഡത്തിൻ്റെ ആ പേപ്പർ കേരളത്തിൻ്റെ സമ്പന്നമായ സംഗീത പാരമ്പര്യം, അതുപോലെ തന്നെ പരമശിവനിലൂടെയുള്ള ആ സംഗീതത്തിൻ്റെ ഉത്ഭവം, പ്രായോഗിക സംഗീതത്തിൻ്റെ ഉത്ഭവം, രാഗപദ്ധതി, അതുപോലെ തന്നെ വിപുലമായ സംഗീതം, ആ ഒതുങ്ങി നിൽക്കുന്നില്ല കൂടിയാട്ടത്തിലെ സ്വരങ്ങൾ, കർണാടക സംഗീതം, കഥകളി സംഗീതം, അഭംഗ്, പണ്ഡർപുരിലുള്ള അഭംഗ്, മീരാഭജൻ, തിരുപ്പുകഴ് തുടങ്ങി ഭാരതത്തിലെ പ്രധാന സംഗീത ശാഖകളെയെല്ലാം സ്പർശിച്ചുകൊണ്ട് പോകുന്ന വളരെ രസകരമായ ഒരു ലേഖനമായിട്ടാണ് അല്ലെങ്കിൽ ഒരു പ്രബന്ധമായിട്ടാണ് തോന്നിയത്. അടുത്തത് സ്തോത്രകാവ്യങ്ങൾ മലയാളത്തിൽ ഡോക്ടർ എൻ അജയ്കുമാർ സാറിൻ്റെ പ്രബന്ധമാണ്. മലയാളത്തിലെ സാധാരണ സ്ത്രീകൾക്ക് പാടാൻ പറ്റിയ സ്തുതികൾ, അതിനെക്കുറിച്ച് വിപുലമായ വിവരണമുണ്ട്. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ, ഒരുപാട് വരികൾ കോട്ട് ചെയ്തിട്ടുള്ള വിപുലമായ ഒരു വിവരണം തന്നെയാണ്. അത് തോന്നുന്നത് ഭാഷാപക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ സ്ത്രീകൾക്ക് മറ്റും വേണ്ടി ഉണ്ടായ ഒരു സാഹിത്യ പ്രസ്ഥാനമാണ് മലയാളത്തിലെ സ്തോത്രകാവ്യങ്ങളെന്ന് എന്നാണ് അതിൽ പറയാൻ ശ്രമിച്ചത്. അതുപോലെ ഹരിനാമകീർത്തനം മുതലായതിൻ്റെ ആ പ്രാചുര്യവും അതിലൂടെ ആ ഭക്തിയിലേക്കും അതുപോലെ തന്നെ ഭാഷയിലേക്കും എല്ലാം സാധാരണക്കാരായ ആളുകൾ എങ്ങനെ ആകർഷിക്കപ്പെട്ടു എന്ന രീതിയെല്ലാം വളരെ നന്നായി അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് നീലാഠൻ സാറിൻ്റെ തന്നെ സ്തോത്ര സാഹിത്യവും ഭക്തി പ്രസ്ഥാനവും എന്ന് പറയുന്ന വളരെ മനോഹരമായ പ്രബന്ധമാണ്. ആ സ്തോത്ര സാഹിത്യത്തിലെ സ്തുതി എന്താണ്, പ്രാർത്ഥന എന്താണ്, രണ്ടും തമ്മിലുള്ള വ്യത്യാസം സാർ വളരെ മനോഹരമായി പറയുന്നുണ്ട്. ഭാരതത്തിലെ സ്തോത്ര സാഹിത്യം അജയ്കുമാർ സാറിൻ്റെ മലയാളത്തിലെ സ്തോത്ര സാഹിത്യമാണെങ്കിൽ സാറ് കുറച്ച് വിപുലമായ ഒരു ക്യാൻവാസിലാണ് സ്തോത്ര സാഹിത്യത്തെ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ പറഞ്ഞു തരാൻ ശ്രമിച്ചത്. പിന്നീട് പ്രാദേശിക ഭാഷകളും സ്തോത്ര സാഹിത്യവും, അതുപോലെ പ്രാർത്ഥന, സ്തുതി പ്രാർത്ഥന പറഞ്ഞു, അതുപോലെ തന്നെ പ്രാർത്ഥന തന്നെ ഗൗണി പ്രാർത്ഥന, മുഖ്യ പ്രാർത്ഥന, ഇങ്ങനെയുള്ള വിഷയങ്ങൾ. അതുപോലെ തന്നെ ഭക്തി പ്രസ്ഥാനമാകുമ്പോൾ നവോത്ഥാനത്തിനെ കുറിച്ച് പറയാതെ വയ്യ. നവോത്ഥാനത്തിൻ്റെ അലയൊലികൾ, താഴ്ന്ന ജാതിക്കാരുടെ ഉയർത്തെഴുന്നേൽപ്പ്, ഹിന്ദു മുസ്ലിം മൈത്രി, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ആ പ്രാചീനമായ ആ ആശയങ്ങളിൽ നിന്ന് വളരെ നവീനമായ നവോത്ഥാനപരമായ ആശയങ്ങളിലേക്ക് സ്തോത്രവും സ്തുതിയും പ്രാർത്ഥനയും ഭക്തിയും എങ്ങനെയെല്ലാം എത്തിച്ചേർന്നു, അത് എങ്ങനെ ഒരു ജനതയെ ഒരുമിച്ച് നിർത്താൻ സഹായകമായി എന്നെല്ലാം വളരെ ഭംഗിയായിട്ട് സാറ് പറഞ്ഞു പോകുന്നുണ്ട്. അടുത്തത് ചേപ്പാട് പള്ളിയിലെ ചിത്രങ്ങൾ ഡോക്ടർ ഷാജു തുരുത്തിൽ നടത്തുന്ന ഒരു തയ്യാറാക്കിയ പ്രബന്ധമാണ്. ക്രിസ്തീയ ദേവാലയങ്ങളിലെ പ്രാചീന ചിത്രകലയെക്കുറിച്ച് വിശദമായൊരു പ്രബന്ധമാണ്. അതിനെക്കുറിച്ച് വെളിവാക്കുന്നൊരു പ്രബന്ധമാണിത്. ക്രൈസ്തവ സംസ്കാരത്തിൻ്റെ കുലീനതയെ സംരക്ഷിക്കുന്നവയാണ് ഇത്രയും അപൂർവമായ ചിത്രങ്ങൾ എന്ന് ആണ് അതിൽ പറഞ്ഞേക്കാൻ ശ്രമിച്ചത്. ചുമർ ചിത്രകലയുടെ പാരമ്പര്യം ഡോക്ടർ ജയമോൾ എസ്, സംസ്കൃതവും ചിത്രകലയും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം, ചുമർ ചിത്രകലയുടെ ഗ്രന്ഥപാരമ്പര്യം, ഒരുപാട് ഗ്രന്ഥങ്ങളെ അതിൽ പരാമർശിക്കുന്നുണ്ട്. അടുത്തത് ചുമർ ചിത്രകലയുടെ ഗുരുവായൂർ ചുമർ ചിത്രകല പഠന കേന്ദ്രത്തിൻ്റെ മുൻ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ KU കൃഷ്ണകുമാറിൻ്റെ പ്രബന്ധമാണ്. കേരളത്തിലോ ഭാരതത്തിലോ ഒതുങ്ങാത്ത വളരെ വിസ്തൃതമായ ലോകവ്യാപ്തിയുള്ള ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു കലയാണ് ചുമർ ചിത്രകല. ലാറ്റിനിൽ നിന്ന് യൂറോപ്പ് വഴി കേരളത്തിൽ എത്തിയതാണ് ചുമർ ചിത്രകല എന്ന് അദ്ദേഹം അതിൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഭാരതീയ കലകളിലെ അല്ലെങ്കിൽ ആത്മീയ അന്വേഷണമാണ് ഈ ചുമർ ചിത്രകലയിലൂടെ നിർവഹിക്കപ്പെടുന്നത് എന്നും അദ്ദേഹം അതിൽ പറയാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അടുത്തത് ഗ്രന്ഥപാരമ്പര്യം. ചുമർ ചിത്രകലയിൽ പിന്നീടും 2 പ്രബന്ധങ്ങൾ കൂടിയുണ്ട്. ഈ വിഷയത്തിൽ തന്നെ ആയതുകൊണ്ട് വിഷയ വൈപുല്യത്തിന് വേണ്ടിയത് ഒന്ന് മാറ്റി എടുത്തു എന്ന് മാത്രം. പ്രതിമാശാസ്ത്രം ഗ്രന്ഥപാരമ്പര്യം ഡോക്ടർ KA രവീന്ദ്രൻ സാർ, കാലടി യൂണിവേഴ്സിറ്റി വേദിക് സ്റ്റഡീസിലെ അധ്യാപകനായിരുന്നു. ഈ മേഖലയിൽ വളരെയധികം സംഭാവനകൾ ചെയ്ത സാറാണ് രവീന്ദ്രൻ സാർ.
ഭാരതത്തിൽ കാവ്യ ശാസ്ത്ര പാരമ്പര്യം പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സാങ്കേതിക ശാസ്ത്ര പാരമ്പര്യം. വിവിധ പ്രതിമാ നിർമ്മാണ ശില്പ നിർമ്മാണങ്ങൾ, പ്രതിമാ നിർമ്മാണ വിധിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നിരവധി ഗ്രന്ഥങ്ങൾ എന്നെല്ലാം ഉൾപ്പെടുത്തി വിപുലമായ ഒരു റഫറൻസോട് കൂടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പ്രബന്ധം തയ്യാറാക്കിയിരിക്കുന്നത്. അടുത്ത വളരെ വ്യത്യസ്തമായ ഒരു വിഷയം കഥകളി അധ്യാപനത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ. ഡോക്ടർ ഏറ്റുമാനൂർ പി കണ്ണൻ. സാധാരണ നമ്മൾ കഥകളി സെമിനാറിനോ വർക്ക്ഷോപ്പിനോ പോയി കഴിഞ്ഞാൽ കഥകളി എങ്ങനെ ആസ്വദിക്കാം, അല്ലെങ്കിൽ കഥകളി ആസ്വദിക്കാൻ എങ്ങനെ പഠിപ്പിക്കാം, അങ്ങനെയുള്ള വിഷയങ്ങളാണ് കൂടുതലായിട്ട് പരിചയപ്പെട്ടിരിക്കുന്നത്. ഇത് കഥകളി അധ്യാപനത്തെക്കുറിച്ചുള്ള, എന്നാൽ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ വഴങ്ങട കുഞ്ചനായർ ആശാൻ കൊണ്ടുവന്ന പദ്ധതിയെക്കുറിച്ചും അങ്ങനെയൊക്കെ എല്ലാം കൃഷ്ണനായർ ആശാന്റെ അഭിനയ പാഠവത്വം അല്ലെങ്കിൽ ആ പദ്ധതിയിലേക്ക് വരുന്ന കുറേ കാര്യങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നുണ്ട്. അധ്യാപനത്തെക്കുറിച്ചുള്ള അതിവിരളമായ ചില പ്രബന്ധങ്ങളിലൊന്നാണ് ഇത്. വേദപഠനത്തിന്റെ നിഷ്ഠയും വിശുദ്ധിയും ആവശ്യപ്പെടുന്ന രീതിയിലുള്ള അതാണ് കഥകളി പഠനം എന്നാണ് വഴങ്ങട കുഞ്ചനാരാശൻ ഈ കഥകളി പഠനത്തെക്കുറിച്ച് പറഞ്ഞത്. ആ ഒരു ആമുഖത്തോടുകൂടി, ആ ഒരു വാക്യത്തോടു കൂടിയിട്ടാണ് ആ പ്രബന്ധം ആരംഭിക്കുന്നത്. പിന്നെ വിവിധതരം അഭിനയ രീതികൾ, മാറിയ സാഹചര്യത്തിൽ അധ്യാപനത്തിന്റെ സമീപനത്തിൽ വന്ന മാറ്റം, അതിന് ആ മാറ്റം വേണ്ടതിന്റെ ആവശ്യകത, ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് പണ്ട് ഉള്ളതുപോലെ ആ ശിഷ്യനോടോ അധ്യാപകനോട് ശിഷ്യപ്പെട്ട് വരുന്ന പദ്ധതിയല്ല. ഇപ്പോൾ സിലബസാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആകാൻ പോകുന്ന അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥികളാണ് പഠിക്കുന്നത്. മറ്റൊരു ശിഷ്യനായിരുന്നു. അച്ഛനമ്മമാരെ വളരെ ചെറിയ ബാല്യത്തിൽ കൂടുന്ന ഒരു ശിഷ്യനായിരുന്നു കഥകളിക്ക് ആശാന്റെ മുമ്പിൽ എത്തുന്നത്. ഇപ്പം അതുപോലെയല്ല. മറ്റുള്ള കാര്യങ്ങളെല്ലാം പഠിച്ച് കുറച്ചുകൂടി മുതിർന്ന ഒരാളാണ് ഈ വിദ്യാർത്ഥിയായിട്ട് എത്തുന്നത്. അതിലെ മാറ്റങ്ങളെക്കുറിച്ചെല്ലാം അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. കൂടിയാട്ടത്തിലെ വാചിക അഭിനയം, കലാമണ്ഡലം സംഗീത അവതരിപ്പിച്ച പ്രബന്ധമാണ് കൂടിയാട്ടത്തിലെ സ്വരങ്ങൾ, അവ ചൊല്ലുന്ന രീതി, സംഭാഷണങ്ങൾ, പൂർവരംഗം, വാചികം, മലയാള ഭാഷയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വാചികാഭിനയം, വിദൂഷകന്റെ വാചികം, ഇതെല്ലാം അതിന് വളരെ വിസ്തരിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അടുത്തത് നങ്ങ്യാർകൂത്തിന്റെ വളർച്ചയും വികാസവും. ഉഷാ നങ്ങ്യാർ വളരെ കൂടിയാട്ട വിദഗ്ധയായ, ഇതിലേറ്റവും സമർപ്പിത ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുന്ന ശ്രീമതി ഉഷാ നങ്ങ്യാരുടെ പ്രബന്ധമാണ്. നങ്ങ്യാർകൂത്തിന്റെ ഉത്ഭവം, വിഷയം, അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, കഥാപാത്രം, അതിലെ കഥ, അതിലെ പ്രതിപാദ്യ വിഷയം. കഥ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇതിവൃത്തം, പിന്നെ വളരെ പ്രസിദ്ധമായ എന്നാൽ വളരെ വിരളമായ ചുടലക്കൂട്ട്, നങ്ങ്യാർകൂത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ, പുതിയ മുഖം, ഇതെല്ലാം അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. നങ്ങ്യാർകൂത്തിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, ആ വിഷയം ആധാരമാക്കിക്കൊണ്ടുള്ള പിന്നീടും പ്രബന്ധങ്ങളുണ്ട്. കലാമണ്ഡലം സിന്ധുവിന്റെ നങ്ങ്യാർകൂത്തിലെ കഥാപാത്ര നിർമ്മിതി, അതുപോലെ ഡോക്ടർ ഭദ്ര PKM അതിന്റെ പ്രബന്ധം, നങ്ങ്യാർകൂത്തിന്റെ നൂതന അവതരണങ്ങൾ, ഇതെല്ലാം നങ്ങ്യാർകൂത്തുമായി ബന്ധപ്പെട്ട പ്രബന്ധങ്ങളാണ്. ചാക്യാർകൂത്തുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രബന്ധമാണ് ചാക്യാർകൂത്തിലെ അഭിനയം, കലാമണ്ഡലം ജിഷ്ണു പ്രതാപ് അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പാഠകത്തിന്റെ അവതരണ സമ്പ്രദായത്തെക്കുറിച്ച് കലാമണ്ഡലം KP നാരായണൻ നമ്പ്യാർ വളരെ നല്ലൊരു പ്രബന്ധം അവിടെ കാഴ്ചവെച്ചിട്ടുണ്ട്. ശേഷം MJ ശശിഭൂഷൺ സാറിന്റെ ഇംഗ്ലീഷിലൊരു പ്രബന്ധത്തോടുകൂടിയാണ് അവസാനിക്കുന്നത്. ഗോഡസ് കാളി ഓഫ് ദ ഹിന്ദു പാൻതിയോൺ, പോപ്പുലാരിറ്റി, വർഷിപ്പ് ആൻഡ് റെപ്രസെന്റഡ് ഇൻ മ്യൂറൽ പെയിന്റിങ്സ് ആൻഡ് അതർ അലൈഡ് ആർട്സ് ഓഫ് കേരള. ഇങ്ങനെയാണ് അതിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. എല്ലാ വിഷയവും ഒന്നിൽ തുടങ്ങി, അതായത് വാചികത്തിൽ തുടങ്ങി അല്ലെങ്കിൽ വേദത്തിൽ തുടങ്ങി ഒരു തുടർച്ചയുണ്ടെങ്കിൽ അതിൻ്റെ അത് കമ്പയർ ചെയ്തതിന് ഞാൻ നോക്കുമ്പോൾ വളരെ ഓഡിയോ വിഷ്വൽ, നമ്മൾ ഭാരതത്തിൽ കണ്ടു പറയുന്ന ഓഡിയോ വിഷ്വൽ, ഓഡിയോ കഴിഞ്ഞിട്ടാണ് വിഷ്വൽ സംഗീതം, അതുപോലെ എല്ലാം വേദം സംഗീതം കഴിഞ്ഞിട്ട് ഏറ്റവും വിഷ്വലൈസ് ചെയ്യപ്പെടുന്ന കഥകളി കൂടിയാട്ടം എല്ലാ രീതിയിലും കണ്ണുകൊണ്ട് കാണേണ്ടതും കാതുകൊണ്ട് കേൾക്കേണ്ടതും കണ്ണും കാതും ഉപയോഗിച്ച് കാണുകയും കേൾക്കുകയും ചെയ്യേണ്ടതും എല്ലാം വളരെ മനോഹരമായി, വളരെ കിട്ടിയതിനെ അങ്ങനെ തന്നെ ചെയ്യുകയല്ല ചെയ്തത്. അതിൻ്റെ ഒരു മനോധർമ്മം അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൽ ശ്രീതാ മഹേഷിന് വളരെ അഭിനന്ദനം അർഹിക്കുന്നു. നീലാണ്ടൻ സാറ് അഭിനന്ദിക്കാൻ എനിക്ക് വയ്യ. നീലാണ്ടൻ സാറ് ഇതെല്ലാം അവസരം ഉണ്ടാക്കി തന്നതിന് വളരെ കൃതജ്ഞതയോടുകൂടി സാറിനെ ഇവിടെ സന്തോഷം അറിയിക്കുകയാണ്. നമസ്കാരം. ഏറ്റവും ബഹുമാനപ്പെട്ട ഗുരുനാഥൻ ശ്രീ ആശുമാഷ് കാക്കശ്ശേരി ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ച ഡോക്ടർ VK വിജയൻ സാർ, ഇങ്ങനെയൊരു സെമിനാർ കഴിഞ്ഞ 3 വർഷങ്ങളിൽ ഈ വർഷം വളരെ വിപുലമായ രീതിയിൽ നടത്താൻ കയ്യും മെയ്യും തന്ന് സഹായിച്ച പ്രൊഫസർ നീലാണ്ടൻ സാർ,
ശ്രീദേവി ടീച്ചർ, അതുപോലെ തന്നെ ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്ത ഈ പുസ്തകത്തിൻ്റെ എഡിറ്റർ ഡോക്ടർ സരിത മഹേശ്വരൻ, എൻ്റെ ചെയർമാൻ ശ്രീ പ്രകാശ് സ്വാമി, മറ്റു വേദിയിലെ വിശിഷ്ട വ്യക്തിത്വങ്ങളെ, സദസ്യരെ, ഈ ചടങ്ങിന് ഒരു ആശംസ അർപ്പിക്കാനൊന്നും കഴിവുള്ള ഒരാളല്ല ഞാൻ. കാരണം ഒരു ആശംസയുടെ ആവശ്യമാണ് ഞാനും കൂടി ഉൾപ്പെട്ടിട്ടുള്ള ഒരു ട്രസ്റ്റി ബോർഡിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു പരിസമാപ്തി എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഇന്ന് നടക്കുന്ന സെമിനാറും ഈ പുസ്തക പ്രകാശനവും. അതിനൊരു ആശംസ അർപ്പിക്കാനാണ് മഹാദേവൻ തന്നെ എല്ലാ ആശംസകളും ഞങ്ങൾക്ക് തന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പുസ്തകം ഇവിടെ പ്രകാശനം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞത്. പക്ഷെ എടുത്തു പറയത്തക്ക ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ സെമിനാറിൻ്റെ തുടക്കം മുതൽ ഞങ്ങളൊരു സ്വപ്നം കാണുകയായിരുന്നു. കഴിഞ്ഞ 3 വർഷങ്ങളിലും ഈ സെമിനാറുകളുടെ പ്രബന്ധങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് ഒരു പുസ്തക പ്രകാശനം നമുക്ക് നടത്താൻ കഴിയുമോ എന്നുള്ളൊരു ചർച്ച ഞങ്ങളുടെ ട്രസ്റ്റി ബോർഡിലും ഞങ്ങളുടെ സ്വകാര്യ സംഭാഷണങ്ങളിലും ഒക്കെ തന്നെ അപ്പോൾ മെമ്പർമാരും ചെയർമാനൊക്കെ ആയിട്ട് ഞങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളുടെ സ്വപ്നം ഞങ്ങൾ പങ്കുവെച്ചത് നീലാണ്ടൻ സാറിനോടായിരുന്നു. നീലാണ്ടൻ സാറിന് ഇതിലൊന്നും ഒരു സംശയം ഉണ്ടായിരുന്നില്ല. ഞങ്ങളെ പോലുള്ള സംശയമൊന്നും നീലാണ്ടൻ സാറിന് ഉണ്ടായിരുന്നില്ല. നീലാണ്ടൻ സാർ പറഞ്ഞു, പുസ്തകം പ്രസിദ്ധീകരിക്കാമല്ലോ. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കാമല്ലോ എന്ന് പറഞ്ഞാൽ അന്ന് അവതരിപ്പിച്ച പ്രബന്ധങ്ങളിൽ കുറച്ച് പ്രബന്ധങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിൽ ലഭ്യമായിരുന്നു. ഫയലിൽ കുറച്ച് പ്രബന്ധങ്ങൾ, അതിൻ്റെ പേപ്പറുകൾ, തന്ന പേപ്പറുകൾ നമ്മൾ ശേഖരിച്ച് വെച്ചിരുന്നു. ബാക്കിയുള്ളതൊന്നും നമ്മുടെ കയ്യില്ല. അപ്പോൾ നീലാണ്ടൻ സാറിനോട് ഞാൻ ചോദിച്ചു, പക്ഷേ ഇതെങ്ങനെയാണ് ഈ പ്രബന്ധങ്ങൾ നമ്മൾക്ക് ശേഖരിച്ചിട്ട് വേണ്ട ഇത് പ്രസിദ്ധീകരിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ നടക്കൂടോ, അത് നമുക്ക് ശ്രമിക്കാമെന്ന്. ആ ശ്രമിക്കാൻ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഉറപ്പുണ്ടല്ലോ, ആ ഉറപ്പാണ് ഇന്ന് വിജയത്തിലെത്തി നിൽക്കുന്നത്. അത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഭാഷയുടെ ഒരു പ്രവർത്തനം അത് കണ്ടുപഠിക്കാനും മാത്രം എളുപ്പമല്ല. അത്രയും ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാര്യം എങ്ങനെ നടപ്പിലാക്കാം എന്നുള്ളതാണ് മാഷിന്റെ ചിന്ത. അത് ഒരുപാട് തിരക്ക് ഞാൻ ആലോചിക്കാറുണ്ട്. മാഷ് പല വിധത്തിലുള്ള തിരക്കുകളാണ്. മറ്റേ കടലിന്റെ തിരക്ക്, സംസ്കൃത ചർച്ചകളുടെ തിരക്ക്, ഒരുപാട് തിരക്ക്, വീട്ടിലിരിക്കാൻ സമയമില്ലാത്ത തിരക്ക്. അതിനിടയിൽ നമ്മളുടെ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും അതിൻ്റെതായ രീതിയിൽ മാഷ് ഒരു കരയ്ക്ക് കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളത് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വളരെ ഞങ്ങൾക്ക് റിലാക്സേഷൻ തരുന്ന ഒരു കാര്യമാണ്. പിന്നെ രണ്ടാമതായിട്ട് മാഷ് ഏറ്റപ്പോൾ മാഷ് പിന്നീട് എന്നെ വിളിച്ച് പറഞ്ഞത് എന്താ വെച്ചാൽ, ഞാൻ സരിതനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ സരിത മാഡത്തിനെ എനിക്കറിയില്ലായിരുന്നു. മാഷ എനിക്ക് നമ്പർ തന്നു, ഒരു ദിവസം ഒന്ന് വിളിച്ചു, ബാക്കിയുള്ള കാര്യങ്ങൾ സരിത ചെയ്തോളൂ. സരിത മാഡത്തിനെ ഞാൻ വിളിച്ചപ്പോൾ ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുകയാണ്. മാഡത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഒരു പ്രാവശ്യം പോലും മാഡത്തിൻ്റെ അങ്ങോട്ട് അവിടെ ചെന്നിട്ട് ഒരു കാര്യങ്ങളും ചെയ്യേണ്ടതോ പ്രബന്ധങ്ങൾ കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളില്ല. പല പ്രാവശ്യങ്ങളിലും മാഡം ഗുരുവായൂരിൽ വന്ന് ഞങ്ങളെ സമീപിച്ച് പല കാര്യങ്ങളും ഫോണിലൂടെ സംസാരിച്ച് ആണ് ഈ പുസ്തകം ഇത്രയും ഭംഗിയായിട്ടുള്ള രീതിയിൽ കമ്പൈൽ ചെയ്തത്. അത് സരിത മാഡത്തിനെ എത്ര പ്രശംസിച്ചാലും മതിയാവില്ല. കാരണം എല്ലാ ആശംസകളും സരിത മാഡത്തിന് ഇത് ആദ്യത്തെ പുസ്തക പ്രകാശനമാണെന്ന് പറഞ്ഞു. ഇനിയും മേൽക്കുമേൽ പുസ്തകങ്ങൾ എഴുതാനും എഡിറ്റ് ചെയ്യാനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. പിന്നെ നീലാണ്ടൻ മാഷ്ക്ക് ഒരു ആശംസ നൽകാനൊന്നും അത്ര പ്രാപ്തിയൊന്നും എനിക്കില്ല. ഏതായാലും ഇങ്ങനൊരു ചടങ്ങ് ഇത്രയും നല്ല രീതിയിൽ ഇങ്ങനെ ചടങ്ങ് നടത്താൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനിയുള്ള ബാക്കിയുള്ള കാര്യങ്ങളിൽ തുടർന്നുള്ള വർഷങ്ങളിലും ഇങ്ങനെയുള്ള സെമിനാറുകളും പുസ്തക പ്രകാശനമൊക്കെ നടത്താൻ മഹേശ്വരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അനുഗ്രഹം നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് കൊടുത്തു. അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പര. വേദിയിലെ പ്രകാശസ്വാമി,
ഏറ്റവും ബഹുമാനപ്പെട്ട രാധാകൃഷ്ണ മാഷ്, സരിത ഗോവിന്ദസ്വാമി, ഗോവിന്ദദാസ് തുടങ്ങി ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ ക്ഷേത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, സദസ്സിലെ ബഹുമാന്യരെ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ചില പ്രധാനപ്പെട്ട ചരിത്ര സംഭവങ്ങളിൽ നിന്ന് വിശേഷിപ്പിക്കാവുന്ന കാര്യങ്ങൾ അപൂർവമായ ചില സന്ദർഭങ്ങളിൽ, അപൂർവമായ ചില ഒത്തുചേരലുകളിൽ ആണ് യാഥാർത്ഥ്യമാവുക. അതിൽ ചിലപ്പോൾ നമുക്ക് അത്ഭുതവും അതിരുകടന്ന ഒരു എങ്ങനെ ഇത് സംഭവിക്കുന്നു എന്നുള്ള വിചാരഗതികളും പലപ്പോഴും ഉണ്ടായേക്കാം. പക്ഷെ അങ്ങനെ ചിലത് ചില സന്ദർഭങ്ങളിൽ നടന്നേ പറ്റൂ. അത് ചരിത്രത്തിൻ്റെ നിയോഗമാണ്. അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് 3-4 വർഷമായിട്ട് ഇപ്പോൾ ഈ മമ്മിയൂർ ദേവസ്വത്തിൻ്റെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടന്നത്. അതിവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട ഗുരുവായൂർ ദേവസ്വം ചെയർമാനും അതുപോലെ മമ്മിയൂർ ദേവസ്വം ചെയർമാനും ഒക്കെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ ഒരു റിസൾട്ട് അഥവാ അതിൻ്റെ ഒരു എഫക്റ്റ് ഇപ്പോഴല്ല നമുക്ക് കൂടുതൽ ബോധ്യപ്പെടാൻ. ചിലപ്പോൾ 50 വർഷം കഴിഞ്ഞിട്ടാവും, 50-100 വർഷം കഴിഞ്ഞിട്ടാവും. നമ്മളൊന്നും ചിലപ്പോൾ ഉണ്ടാവില്ല ഇവിടെ. പക്ഷേ നമ്മളൊന്നും ഇവിടെ ഉണ്ടായില്ലെങ്കിലും ഇവിടെ അതിൻ്റെ ഒരു അലയടി, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാകും. അത് വളരെ മനോഹരമായിട്ട് രാധാകൃഷ്ണൻ മാഷ് സൂചിപ്പിച്ചു. നമുക്കെല്ലാം ഗുരുനാഥനായിട്ടുള്ള അദ്ദേഹം ഈ പ്രായത്തിലും ഇരുത്തം വന്നു എന്നല്ലാണ്ട് മറ്റ് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഓർമ്മയ്ക്കോ ചിന്തയ്ക്കോ മിഷനോ ഒന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ അദ്ദേഹം കാര്യങ്ങൾ അവതരിപ്പിച്ചത് നമുക്ക് അത്ഭുതത്തെക്കാളും ചാരിതാർത്ഥ്യമാണ്. ഇങ്ങനെയുള്ള ഗുരുനാഥന്മാരെ നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ എന്നുള്ളത്. ഇതിൽ മനുഷ്യപ്രയത്നത്തിൻ്റെ വലിയൊരു അംശമുണ്ട്. അത്ര തന്നെ ഒരു അമാനുഷമായ ഒരു ശക്തിവിശേഷത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ എനർജിയുടെ ഒരു നമ്മളിൽ അത് ആവഹിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ അംശവുമുണ്ട്. അത് ഇവിടെ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ മമ്മിയൂരപ്പൻ്റെ അനുഗ്രഹം ട്രസ്റ്റി ബോർഡിലൂടെ, ചെയർമാനിലൂടെ, ഗോവിന്ദദാസിനിലൂടെ, മറ്റ് പ്രവർത്തകരിലൂടെ ഞങ്ങളിലേക്ക് പ്രവഹിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് തുടരാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ളൂ. ഇവിടെ സെമിനാറിൻ്റെ 3 കൊല്ലത്തെ സെമിനാറിൻ്റെ പ്രൊസീഡിങ്സ് പുസ്തക രൂപത്തിലാക്കി എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രാധാന്യം. അതൊരു ചെറിയ കാര്യമല്ല. ഡോക്യുമെന്റേഷൻ ഇങ്ങനെ പറഞ്ഞു പലരും ഡോക്യുമെന്റ് ചെയ്യുക. സുധ പറഞ്ഞല്ലോ, ഞാൻ ഒരു ദേശീയ അന്തർദേശീയ ഒരു ലെക്ചർ കൊറോണ വന്നതിന് ശേഷമാണ് പ്രത്യേകിച്ച് പലപ്പോഴും ഓൺലൈനിലാണ് ലെക്ചർ ചെയ്യേണ്ടി വരിക. അപ്പോൾ ഓൺലൈനിൽ ലെക്ചർ ചെയ്താൽ ഞാനത് അപ്പം തന്നെ ഒരു മോണോഗ്രാഫായിട്ട് അപ്പം തന്നെ അത് ഡോക്യുമെൻ്റ് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും ചിലപ്പോൾ 40 പേജ്, ചിലപ്പോൾ 50 പേജ് അത് ഡോക്യുമെൻ്റ് ചെയ്ത് അടുത്ത കാലത്ത് ഇംഗ്ലീഷിൽ എൻ്റെ ഇൻഡോളജിയെക്കുറിച്ചുള്ള വിപുലമായ
പഠനങ്ങൾ ഉൾക്കൊള്ളുന്ന സാൻസ്ക്രിറ്റ് ആൻഡ് ഇൻഡോളജിക്കൽ സ്റ്റഡീസ് ന്യൂ പെർസ്പെക്റ്റീവ്സ് എന്ന 550 പേജുള്ള ഒരു ബുക്ക് ഇറക്കാൻ എനിക്ക് സാധിച്ചത് ഈ ഡോക്യുമെൻ്റ് ചെയ്ത സാധനങ്ങൾ ഉള്ളത് ശേഖരിച്ച് എഡിറ്റ് ചെയ്യലൊക്കെ വേറെ പഠിച്ച് അത് ഉള്ളത് കൊണ്ട് പിന്നെ അത് കളക്ട് ചെയ്ത് അത് സെക്ഷനാക്കി എഡിറ്റ് ചെയ്ത് അത് ഒന്നുകൂടി അപ്ഡേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിച്ചുകൊണ്ടാണ്. അപ്പോൾ ഈ ഡോക്യുമെൻ്റ് ചെയ്യുക എന്നുള്ളത് ഇപ്പം നമുക്ക് അതിൽ ചിലപ്പോൾ ഒരു സങ്കോചം തോന്നും, അത് വേണോ, ഇതിന് വലിയ പ്രാധാന്യമുണ്ടോ, ഇതിന് ഇത്ര വലിയ ഒരു വില മതിക്കുമോ എന്നൊക്കെ ഇപ്പം നമുക്ക് സങ്കോചവും ലജ്ജയും സംശയമൊക്കെ തോന്നും. എനിക്കുണ്ടായതാണ്. ഞാനിപ്പോൾ എന്തിനാ ഈ 500-600 3 കൊല്ലമാണ് അത് എഡിറ്റ് ചെയ്യാനും അത് അപ്ഡേറ്റ് ചെയ്യാനും പ്രിൻ്റ് ചെയ്യാനും പബ്ലിഷ് ചെയ്യാനും വേണ്ടി 3 കൊല്ലം ഞാൻ പണിയെടുത്തു. എന്തിനാ ഇത് വായനക്കാരുണ്ടാവുമോ, ഇത് ആർക്ക് വേണ്ടി എന്നൊക്കെ നമുക്ക് തോന്നാം. പക്ഷേ അത് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷിലായതുകൊണ്ട് ദേശീയ അന്തർദേശീയ ലെവലിലുള്ള സ്കോളേഴ്സ് വലിയ ആക്സെപ്റ്റൻസാണ്, പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ളവർ. അതിൽ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ കേരളത്തിന് പുറത്തുള്ള പൂന യൂണിവേഴ്സിറ്റിയിലത്തെ പ്രൊഫസർ നിർമ്മല കുൽക്കർണി, അതുപോലെ ഡൽഹി IGNCEയിലത്തെ ഡോക്ടർ സുഷമ ജാഡു, അതുപോലെ ഫ്രാൻസിലത്തെ ജർമ്മനിയിലത്തെ പ്രൊഫസർ ഒൾഗ, അതുപോലെ തിലക് മഹാരാഷ്ട്ര യൂണിവേഴ്സിറ്റിയിലത്തെ അംബരീഷ് കരെ തുടങ്ങിയവരൊക്കെ അതിൻ്റെ മെറ്റീരിയൽ പബ്ലിഷ് ചെയ്യുന്നതിൻ്റെ മുമ്പ് വായിച്ച് അനുബന്ധങ്ങൾ പോലെ അതിനെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഞാൻ പ്രധാനമായിട്ടും ഊന്നിയിട്ടുള്ളത് അതിൽ കേരളീയ പാരമ്പര്യമാണ് സംസ്കൃതത്തിൻ്റെ. കാരണം ഞാൻ എഴുതുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ കൂടുതൽ ഊന്നിൽ വരും. 270-ഓളം പേജ് ആദ്യ സെക്ഷൻ കേരളീയ വേദ പാരമ്പര്യം. പിന്നെ എൻ്റെ മറ്റൊരു ഫീൽഡ് കേരളത്തിലെ സാഹിത്യ പാരമ്പര്യം, സാഹിത്യ നിരൂപണം. പിന്നെ എൻ്റെ മറ്റൊരു ഫീൽഡ് മാൻസ്ക്രിപ്റ്റോളജി, ഹസ്തലിഖിത ഗ്രന്ഥ പഠനം. പിന്നെ കുറേ വ്യക്തിപരമായി പല പ്രധാനപ്പെട്ട പ്രോജക്റ്റുകളും ചെയ്തതിൻ്റെ അനുഭവങ്ങളും കേരളീയ പണ്ഡിതന്മാരെ, എൻ്റെ ഗുരുക്കന്മാരെ, നമുക്കൊക്കെ കേരളത്തിലേക്കൊക്കെ ഗുരുക്കന്മാരായിട്ട് രാജർഷി രാമവർമ്മ തമ്പുരാൻ തുടങ്ങി വാസുദേവൻ കോട്ടി സാറ്, വെങ്കടരാജ ശർമ്മ സാറ് തുടങ്ങിയവരെ കുറിച്ചുള്ള ചില സ്കെച്ചുകൾ. അപ്പോൾ ഇത് കേരളത്തിന് പുറത്തുള്ളവർക്ക് കേരളീയ പാരമ്പര്യം, അതിവിശിഷ്ടമായ കേരളീയ പാരമ്പര്യത്തെ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വലിയ അപ്രീസിയേഷനാണ്. അപ്പോൾ ഡോക്യുമെന്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമാണെന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. മാത്രമല്ല, ഞാൻ വർക്ക് ചെയ്യുന്ന മറ്റൊരു ഫീൽഡാണ് കൂടിയാട്ടം. അതിൽ കഴിഞ്ഞ കൊല്ലത്തെ സെമിനാർ കൂടിയാട്ടത്തെക്കുറിച്ചായിരുന്നല്ലോ. ഈ കൂടിയാട്ടത്തെക്കുറിച്ച് ഇന്ന് കലാമണ്ഡലം 2007 കലാമണ്ഡലം കൽപ്പിത സർവകലാശാലയായി. എന്നിട്ട് കലാമണ്ഡലത്തിലെ എല്ലാ വിഭാഗങ്ങളിലും ഇപ്പോൾ യങ് വേഷക്കാരും പാട്ടുകാരും കൊട്ടുകാരും പുതിയ കലാകാരന്മാരൊക്കെ വളരെ എൻതൂസിയാസത്തോടു കൂടി ഒരു ഭാഗത്ത് കല ഡീപ്പായിട്ട് പഠിക്കുകയും അഭ്യസിക്കുകയും പഠിക്കുകയും അവതരിപ്പിക്കുകയും ചെയ്യുന്നു, ഒപ്പം തന്നെ റിസർച്ചിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നു. പക്ഷേ കൂടിയാട്ടം പോലെ കഥകളി പോലെയുള്ള ഒരു വിഷയത്തിൽ ഗവേഷണത്തിന് ഇറങ്ങുമ്പോൾ പുറപ്പെടുമ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന ഏറ്റവും വലിയ ഒരു ബുദ്ധിമുട്ട് ഡോക്യുമെൻ്റ് ചെയ്ത മെറ്റീരിയൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ കൂടിയാട്ടത്തെ സംബന്ധിച്ച് നമ്മുടെ എൻ്റെയൊക്കെ തലമുറയ്ക്ക് തൊട്ട് മുമ്പ് നമ്മൾ നേരിട്ട് കണ്ട, ഇപ്പോൾ നമ്മളൊപ്പം ഇല്ലാത്ത ത്രയം, മാണി മാധവ ചാക്യാര്, അമ്മനൂർ മാധവ ചാക്യാര്, പൈങ്കുല രാമ ചാക്യാര്, അവരെ നമ്മളൊക്കെ കണ്ടിട്ടുണ്ട്. അവരുടെ കലയിലെ സിദ്ധിവിശേഷങ്ങൾ നമുക്കറിയാം. അതിൽ മുമ്പ് ചാച്ചു ചാക്യാരോ അതുപോലെയുള്ള ആളുകളെ നമ്മൾ കണ്ടിട്ടില്ല. അതിനു മുമ്പ് മേപ്പത്തൂരിൻ്റെ കാലത്തുണ്ടായിരുന്നു എന്ന് പറയുന്ന ഇട്ടുരവി ചാക്യാരോ ഒക്കെ കേട്ടുകേൾവി മാത്രം. ഒരു 100 കൊല്ലത്തെ പോലും ഈ വലിയ ഗുരുത്രയം, അതിന് മുമ്പുള്ള ചാച്ചു ചാക്യാരെ പോലെയുള്ള ആചാര്യന്മാരെ, അവരെയൊന്നും നമുക്കറിയില്ല. ഒരു കൂടിയാട്ടത്തിൽ ഒരു റിസർച്ചിന് പുറപ്പെടണമെങ്കിൽ കേരളത്തിൽ ഉപാദാനങ്ങളുണ്ട്. കേരളത്തിൽ
റിട്ടൺ ഡോക്യുമെൻറ്റ്സ് ഇല്ല. അപ്പോൾ ഞാനിതിൽ 100 കൊല്ലം മുമ്പേ, ഏകദേശം 100 കൊല്ലം മുമ്പേ ഈ ചാക്യാന്മാർ മുഴുവനും വളരെ ഗംഭീരമായിട്ട് കൂത്തിൽ അവതരിപ്പിക്കുന്ന രാമായണ പ്രബന്ധം എന്ന അതിപ്രസിദ്ധമായ ഒരു പ്രബന്ധമുണ്ട്. അത് ചില അമ്പലങ്ങളിൽ, പെരുവനമ്പലം, തൃശ്ശൂർ, വടക്കുന്നാഥിലൊക്കെ 100 ദിവസം കൊണ്ടൊക്കെ പറയുന്ന രാമായണ കഥ അതിഗംഭീരമായിട്ട് കൂത്ത് അവതരിപ്പിക്കുന്ന, ഇപ്പോൾ അതൊക്കെ പീസ് അവതരിപ്പിക്കാറുണ്ട്. ഇതിൻ്റെ ഒരു അടിസ്ഥാന ഗ്രന്ഥം മലയാള ലിപിയിൽ 1930കളിൽ തൃശ്ശൂർ ഗീതാ പ്രസന്ന ഒരു കോച്ചാമ്പള്ളി രാമൻ നമ്പ്യാർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതൊരു ഈ രാമായണ പ്രബന്ധം ടെക്സ്റ്റ് മലയാള ലിപിയിൽ, സംസ്കൃത ടെക്സ്റ്റ് മലയാള ലിപിയിൽ, അതിൻ്റെ അന്വയം, പിന്നെ പദാനുപത അർത്ഥം ചുരുക്കത്തിൽ. ഇത്രയും കൂടി ചാക്യാർ കൂത്തിൽ നമ്മുടെ ചാക്യാന്മാരെ, അതിപ്രഗത്ഭരായ ചാക്യാന്മാരെ ദിവസങ്ങളോളം കൂത്തു പറയുന്ന ഈ രാമായണ പ്രബന്ധം അത് സംസ്കൃത ലിപിയിൽ ഇതേവരെ അടിച്ചിട്ടില്ല. നമ്മുടെ ട്രഷർ എന്താണ്, പക്ഷെ അത് എങ്ങനെ നമ്മൾ അതിനെ അറിയാതിരിക്കുന്നു. അതിൽ നമ്മളെ അമ്മന്നൂർ കുട്ടൻചാക്യാരുണ്ടല്ലോ, ഒന്നത്തെ ആചാര്യൻ, രാമം ദശരഥം വിധി മാം വിധി ജനകാത്മയാം അയോധ്യാം അടവി വിധി ഗച്ഛതാത യഥാസുഖം എന്നൊരൊറ്റ ശ്ലോകം 1.5 മണിക്കൂർ 24 തരത്തിൽ വ്യാഖ്യാനിച്ച് പ്രബന്ധം പറയും. ഒരൊറ്റ ശ്ലോകം അതിൻ്റെ ആധ്യാത്മികമായും രാമൻ അതിൻ്റെ പ്രതീകങ്ങളായും അതിൻ്റെ ധ്വനിയായിട്ടും അതിൻ്റെ അർത്ഥാന്തരങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ട് അതാ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച് അതിൻ്റെ സൂചന ഉണ്ട്. 10 അനവധി അർത്ഥം. ഇത്രയും വലിയ ട്രഷർ ആയിട്ടുള്ള അതിൻ്റെ ഞാനത് സംസ്കൃത ലിപിയിൽ എൻ്റെ ഒരു PhD സ്റ്റുഡൻറ്റിനെ കൊണ്ട് സംസ്കൃത ലിപിയിൽ അതൊരു നല്ല പഠനത്തോടു കൂടി പ്രസിദ്ധീകരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ കലാമണ്ഡലത്തിലെ ആചാര്യന്മാർ പഠിപ്പിക്കുന്ന വളരെ പഴയ ഒരു സിറോക്സ് കോപ്പിയാണ് ആകെയുള്ളത്. 2 പേജ് ഒന്നിച്ചിങ്ങനെ സിറോക്സ് എടുത്തിട്ട് അത് വായിക്കാൻ തന്നെ മുഴുവൻ പറ്റില്ല. മങ്ങി കാരണം ഒരു സിറോക്സ് കോപ്പിന്ന് പിന്നെ എടുത്താൽ ഇതിൻ്റെ സ്ഥിതി എന്താ. പക്ഷെ ഞാനത് എൻ്റെ ഒരു ഡോക്ടർ സുധാഞ്ജലി എന്നൊരു ചെറിയ പോലെ ചിലവരെ ഞാൻ പിടിക്കും. സുധാഞ്ജലി സ്റ്റുഡൻറ്റിനെ കൊണ്ട് അത് എഡിറ്റ് ചെയ്യിച്ചു. അപ്പോൾ എഡിറ്റ് ചെയ്ത കൊച്ചാമ്പള്ളി രാമൻ നമ്പ്യാരെ വലിയ പ്രസിദ്ധനായിട്ടുള്ള ഒരു വിഴാവ പാഠക ആചാര്യനായിരുന്നു. എഡിറ്റ് ചെയ്ത് വന്നിട്ട് എനിക്ക് അത് ഏത് കൊല്ലം ഇത് എഡിറ്റ് ചെയ്തത് നമുക്ക് അറിയണില്ല. കാരണം കവർ ചട്ടയില്ല, ഈ സിറോക്സ് കോപ്പിയിൽ എന്തില്ല, കവർ ചട്ടയില്ല. അങ്ങനെ ഇതൊന്ന് കവർ ചട്ട ഇങ്ങനെയെങ്കിലും ഒന്ന് കണ്ട് എന്താണ് അതിൻ്റെ എന്ന് അന്വേഷിച്ച് പോയിട്ട് ജർമ്മനിയിലെ ട്യൂബിംഗൻ യൂണിവേഴ്സിറ്റിയിലെ ഒരു വലിയ പ്രൊഫസറുണ്ട്, ഏഷ്യൻ സ്റ്റഡീസിൻ്റെ ഹെഡ് പ്രൊഫസർ ഹൈക്ക ഒബർലിൻ. 95-98 കാലഘട്ടത്ത് ഹൈക്ക കലാമണ്ഡലത്തിൽ വന്ന് കൂടിയാട്ടം പഠിച്ചു, നങ്ങിയാർകൂത്ത് പഠിച്ചു. കലാമണ്ഡലത്തിൽ 5-8 കൊല്ലം താമസിച്ച് കൂടിയാട്ടം നങ്ങിയാർകൂത്ത് പഠിച്ചു. അപ്പോൾ ചെറുതുരുത്തി വള്ളത്തോളിൻ്റെ ഏറ്റവും അവസാനത്തെ പുത്രി വാസന്തി മേനോൻ അടുത്ത കാലത്താണ് 2-3 കൊല്ലം മുമ്പാണ് മരിച്ചത്. വാസന്തി മേനോൻ കലാമണ്ഡലത്തിലെ അവസാനം വരെ കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു, വള്ളത്തോൾ ഫാമിലിയിലത്തെ ഒരു മെമ്പർ നിലയ്ക്ക്. അപ്പോൾ അന്ന് തന്നെ എനിക്കറിയാം ഹൈക്ക. കേരളത്തിൽ പ്രിയ എന്ന് പേരിട്ടു. കേരളത്തിൽ വന്നിട്ട് അവർ മലയാളം പഠിച്ചു. ഈ പ്രിയ എന്ന് നമ്മൾ പറയുന്ന ഹൈക്ക ഒബർലിൻ പിന്നീട് അവരിപ്പോൾ ട്യൂബിങ്ങിൻ്റെ ഇടയ്ക്ക് കേരളത്തിൽ വരും. അവർക്ക് ഞാൻ കോണ്ടാക്ട് ചെയ്തു ഇമെയിലിൽ. ഈ പുസ്തകത്തിൻ്റെ ഒറിജിനൽ പുസ്തകത്തിൻ്റെ ഫ്രണ്ട് പേജ് അടക്കമുള്ള ഫോട്ടോ എനിക്ക് അയച്ചു തന്നു. അപ്പോൾ ഞാൻ വീണ്ടും അവരായിട്ട് ഡിസ്കസ് ചെയ്തപ്പോൾ ഏകദേശം 1920 ആദ്യകാലങ്ങൾ മുതൽക്കുള്ള കൂടിയാട്ടത്തിൻ്റെ സകല ഡോക്യുമെൻസും
ഈ 98, 95, 98 കാലത്ത് അവരിവിടെ വന്ന് പഠിച്ച 5-8 കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് അവർ അന്നത്തെ ഏറ്റവും മഹാന്മാരായ ആചാര്യന്മാരെ കണ്ട്, ഗുരുക്കന്മാരെ കണ്ട് അവരുടെ ഒപ്പം ചെന്നിരുന്ന് അവരോട് ഡിസ്കസ് ചെയ്ത് അവരുടെ മൈൻഡ് വിൻ ചെയ്ത്, ഞാൻ പറഞ്ഞ കാര്യം ചെറുതല്ല, ഒരു സാധനം ഒരാളുടെ കയ്യിൽ നിന്ന് പുറത്ത് കിട്ടണമെങ്കിൽ വെറുതെ പോയാൽ കിട്ടില്ല. എന്ത് വേണം? വിൻ ദ മൈൻഡ്, അല്ലേ? ഇത് ശരിക്ക് ആഗ്രഹത്തോടു കൂടിയാണ് ഇത് കിട്ടിയാലേ ഞാൻ പോവുള്ളൂ. ഇത് കൊടുക്കാനും അർഹമായ ഒരു വ്യക്തിയാണ് എന്ന രീതിയിൽ ഇപ്പോൾ ഞാൻ കൂടിയാട്ടത്തിൽ റിസർച്ച് ചെയ്യുന്ന എൻ്റെ വിദ്യാർത്ഥികളോടൊക്കെ പറയും, നിങ്ങൾ ഹൈക്ക് കോണ്ടാക്ട് ചെയ്യും, എത്ര മെറ്റീരിയലാണ് അവർ കൊടുക്കുന്നത്. അവരാഴ്ച വളരെ ലിബറലായിട്ട് വെറും 100% അക്കാഡമിക് ഇൻട്രസ്റ്റോടുകൂടി കൊടുക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അന്ന് ഹൈക്ക അല്ലെങ്കിൽ റിയാദ് ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ലായിരുന്നുവെങ്കിൽ ഇന്ന് കൂടിയാട്ട ഗവേഷണത്തിൻ്റെ എത്ര ഗ്യാപ്പുകൾ നമുക്ക് ഫില്ല് ചെയ്യാതെ കിടക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു പുസ്തകം ഈ രീതിയിൽ 3 കൊല്ലത്തെ സെമിനാർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കാൻ സാധിച്ചത് നമുക്ക് വലിയ ഒരു നേട്ടമാണ്. അതിന് സാധിച്ചതിന് മമ്മിയൂരപ്പനോട് നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനതിൻ്റെ പ്രാധാന്യമുള്ളത്. നമ്മൾ ഓരോരുത്തരും ഇനിയുള്ള കാലത്ത് ഇപ്പം നമുക്ക് ആധുനിക സംവിധാനങ്ങളുണ്ട് ഒരുപാട്. ഡോക്യുമെൻ്റ് ചെയ്യുക, അത് ഗൂഗിളിൽ ലിങ്കാക്കി കൊടുക്കാം, ഇതുപോലെ പുസ്തകങ്ങളാക്കി അവതരിപ്പിക്കാം, പബ്ലിക്കേഷൻ ഉണ്ട്. ഇതെല്ലാം എല്ലാ തരത്തിലും ചെയ്തു വെക്കണം. കാരണം ഈ ഗൂഗിൾ പോലെയുള്ള സാധനങ്ങൾ ഇപ്പോൾ എന്തെങ്കിലും സാങ്കേതികത്വം വന്ന് പോയാൽ, പുസ്തകമാക്കിയാൽ ഏകദേശം ഒരു 50-100 കൊല്ലം ഈ സാധനം പിടിക്കും, ഏകദേശം മിനിമം. കാരണം 1930-കളിലെ പുസ്തകത്തിൻ്റെ നമുക്ക് ഒരു 100 കൊല്ലം മുമ്പത്തെ പുസ്തകം ഒരു വിഷമം കിട്ടുന്നുണ്ട്, വായിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ കൂടുതൽ പലപ്പോഴും നിൽക്കും. അപ്പോൾ ഇത് ഇവിടെ സൂചിപ്പിച്ചു, ഇത് എഡിറ്റ് ചെയ്യുക, പബ്ലിഷ് ചെയ്യുക. ഞാനൊരു ധൈര്യത്തിന് ഗോവിന്ദദാസും പ്രകാശും പറഞ്ഞപ്പോൾ അത് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ചിലവരുണ്ട്, ആരെങ്കിലുമൊക്കെ ഇത്. അവളാണ് നമുക്ക് സരിതയെ പിടികിട്ടിയത്. സരിത ജീവിത പ്രശ്നങ്ങളും കുടുംബമൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടാവുക. പക്ഷെ അതിൻ്റെ ഇടയിൽ പിടിച്ചു നിന്ന് സമയം കണ്ടെത്തി ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് സരിത വളരെയധികം പണിയെടുത്തു. കാരണം ഈ 30 തവണ ഒരാളെ വിളിച്ചാലേ ഒരു പ്രബന്ധം കിട്ടുള്ളൂ, നമുക്കറിയാം. കാരണം അവരുടെ തിരക്ക് അങ്ങനെയാണ്. അവർക്ക് 100 തിരക്കിൻ്റെ ഇടയ്ക്കാണ് മമ്മിയൊരു പ്രബന്ധം അവതരിപ്പിച്ചത് എഴുതി തയ്യാറാക്കി ഫൈനലാക്കി പബ്ലിഷ് ചെയ്യാവുന്ന രീതിയിൽ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം കുറ്റല്ല അവരെ. പക്ഷേ അതൊക്കെ നമ്മളിതുപോലെ മൈൻഡ് വിൻ ചെയ്ത് ഇത് പ്രസിദ്ധീകരിക്കാൻ ഞാൻ കമ്മിറ്റഡാണ്, ഇത് ചെയ്യണം എന്ന രീതിയിൽ അത് അവരിൽ നിന്ന് കളക്ട് ചെയ്തെടുത്ത് ഞാൻ പിന്നിലുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയത് മറ്റേ സരിതയാണ്. അത് എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്. അതിൽ ISBN ഒരു നമ്പർ വേണ്ടതാണ്, അത് കിട്ടിയില്ല. അത് കിട്ടണമെങ്കിൽ 2 ആഴ്ചയും കൂടി പണിയെടുക്കണം. അപ്പോൾ സരിത അത്രയ്ക്ക് മറ്റേ ക്ഷമ ഇല്ല സരിത. ഈ ദിവസം തന്നെ ഇത് പ്രകാശം, പക്ഷേ നന്നായി, കുഴപ്പമൊന്നുമില്ല. അതിന് ശേഷം ഇതിലെനിക്ക് ഏറ്റവും സന്തോഷം ഗോവിന്ദദാസിൻ്റെയും പ്രകാശസ്വാമിയുടെ ഇൻവോൾവ്മെൻ്റാണ്. അവരിത് എന്തു വന്നാലും പ്രസിദ്ധീകരിക്കാൻ അവർ റെഡിയായിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ DTP എല്ലാം കഴിഞ്ഞ് കവർ പേജും ഈ 2 ചട്ട അല്ലാത്തതൊക്കെ DTP ചെയ്ത് സരിത സൂചിപ്പിച്ചു. മഹസി നാരായണേട്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ടൈപ്പ് ചെയ്യുന്ന ആളാണ്. എൻ്റെ 10-30 കൊല്ലമായിട്ട് ഞാൻ കാലടി ഉള്ളപ്പോൾ തന്നെ എൻ്റെ നാഷണൽ ഇൻ്റർനാഷണൽ പുസ്തകങ്ങളൊക്കെ ടൈപ്പ് ചെയ്യുന്നതാണ്. അദ്ദേഹം നല്ലോണം ടൈപ്പ് ചെയ്തില്ല നാട്ടിൽ പുസ്തകം. അത് കഴിഞ്ഞിട്ട് പ്രധാന മാറ്റർ എല്ലാം PDF ആയിട്ട് അയച്ചു കൊടുത്തു. അത് 2-ാം തീയതി അത് സാധിച്ചുള്ളൂ. കാരണം അത് സെറ്റായി വരണ്ടേ. 8-ാം തീയതി പ്രസിദ്ധീകരിക്കാൻ വേണം. അപ്പോഴാണ് പ്രകാശസ്വാമി എബിനൈസറെ ഏൽപ്പിക്കാൻ, തൃശ്ശൂർ എബിനൈസർ പ്രിൻറ്റേഴ്സിനെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞാൽ. അപ്പോഴും ഇതിൽ അവസാനം കൊടുത്ത ചില മനോഹരമായ ഫോട്ടോകളുണ്ട്.
ആ ഫോട്ടോകൾക്ക് തെളിച്ചം പോരാ. പ്രസ്സിൽ ചെന്നാലേ ഇതിന് സംഗതി അറിയുള്ളൂ. അവരുടെ പ്രസ്റ്റീജാണ് പുസ്തകത്തിൻ്റെ. നേരെ ഗംഭീരായ പുസ്തകം ഒന്നില്ലെങ്കിൽ ആരാണ് പ്രിന്റ് ചെയ്ത് എവിനൈസർ എന്ന് പറഞ്ഞിട്ട് അവർക്കാണ്. അപ്പോൾ പ്രകാശസ്വാമി അവിടെ പോയി ഇരുന്ന് കൃത്യമായിട്ട് ആ ഫോട്ടത്തിൻ്റെ ഇതൊക്കെ ശരിയാക്കി കൊടുത്തു. എന്ന് മാത്രമല്ല അതിൽ 372 പേജാണ്. 372 പേജ് ഈ പ്രകാശ് പുസ്തകം പ്രിന്റ് ചെയ്തതിൻ്റെ ടെക്നിക്സ് അറിയണവർക്ക് അറിയുള്ളൂ. 8 പേജ് ഒരു ഫോറാണ് അവർക്ക്. 8 പേജ് ഒരു ഫോറാണ്. അപ്പോൾ എല്ലാ 8 പേജ് വെച്ചുള്ള ഫോറും ഫുള്ളില്ലെങ്കിൽ അവർക്ക് പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് മുഴുവൻ സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 2-3 പേജ് ഒരു ഗ്യാപ്പുണ്ട്. പ്രകാശസ്വാമി ഗാത്യസമർത്ഥനാണ്. 3 ഫോട്ടോ ഞങ്ങൾ അന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാത്ത 3 ഫോട്ടോ, അവൈത്യപൂർവ്വം ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ, നടരാജൻ്റെ ഫോട്ടോ, ശിവൻ്റെ അങ്ങനെ ചേർത്ത് പിന്നെ കവറും ഇവിടുന്നാണ് സെറ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വളരെ മറ്റേ എന്താ പറയുക, നമ്മൾ പറഞ്ഞ കണ്ണിൽ എണ്ണ ഒഴിച്ച് എന്നൊക്കെ പറയില്ലേ, ആ രീതിയിൽ സൂക്ഷ്മതയോടുകൂടി ഹാർഡ് വർക്ക് പല തലത്തിലും ചെയ്തിട്ടാണ് ഇത് വന്നത്. ഇതൊരു നമുക്ക് ഒരു വലിയ ഒരു ഡോക്യുമെൻറ്റേഷനാണ്. 3 കൊല്ലത്തെ സെമിനാറിൻ്റെ എല്ലാ പ്രബന്ധങ്ങളും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റിയിട്ടില്ല. നമുക്കറിയാം വാരാണസിയിൽ ഉള്ള വലിയൊരു പ്രൊഫസർ ഡോക്ടർ സുരേഷ്, അദ്ദേഹം ചുമതലയിൽ പ്രബന്ധം അവതരിപ്പിച്ചു. അദ്ദേഹത്തിന് പ്രബന്ധം അയക്കാൻ പറ്റിയില്ല. അതുപോലെ കൂടിയാട്ടത്തിലെ ചിലവർക്ക് പ്രബന്ധം തരാൻ പറ്റിയിട്ടില്ല. കാരണം അവരുടെ പല തിരക്ക് കാരണം. പക്ഷെ ഫോളോ അപ്പ് ചെയ്തിട്ടും ഹണ്ട് ചെയ്തിട്ടും കുറേ മിക്കവാറും പ്രബന്ധങ്ങൾ സരിത ശേഖരിച്ചിട്ടുണ്ട്. ഇനിയും കിട്ടാത്തത് ഇക്കൊല്ലത്തെ സെമിനാർ സവിശേഷമായ ഒരു വിഷയത്തെക്കുറിച്ചാണ്. ക്ഷേത്ര സംസ്കാരവും സംഗീത പാരമ്പര്യവും എന്നുള്ള ആ സെമിനാറിൻ്റെ പ്രൊസീഡിങ്സ് വരുമ്പോൾ കോമൺ ഏരിയയിലുള്ള പ്രബന്ധങ്ങൾ ഇനിയും കിട്ടാത്തത് ചേർത്തിട്ട് ആ പ്രസിദ്ധീകരണം നമുക്കിത് ചേർക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ ഞാൻ സുധയോട് പറഞ്ഞു, സുധയുടെ ഒരു അസസ്മെൻറ്റ് ഓഫ് ദിസ് വോളിയം ഒക്കെ അതിൽ നമുക്ക് ചേർത്ത് അടുത്ത കൊല്ലത്തെ, അത് ഇപ്പം തന്നെ സരിതയുടെ അതിൽ പ്രവർത്തിക്കാൻ ഞാൻ ഗോവിന്ദസ്വാമിയുടെയും പ്രകാശസ്വാമിയുടെയും അനുഗ്രഹത്തോടു കൂടി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. 4-5 മാസം കൊണ്ട് സംഗതി മുഴുവൻ ISBN ഒക്കെ കൂടി വരണമെന്ന് നമുക്ക് ഇവിടെ ഒരു കോമൺ തീരുമാനം എടുക്കാം എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് ഈ പുസ്തകത്തിൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും നല്ല റിസൾട്ട് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ സൂചിപ്പിച്ചു 3 കൊല്ലത്തെ സെമിനാർ നമ്മൾ ആദ്യത്തെ തന്നെ വളരെ കൃത്യമായിട്ടൊരു കേന്ദ്ര ടോപ്പിക്ക് കൊടുത്തത് ക്ഷേത്ര സംസ്കാരവും ഭാരതീയ വിജ്ഞാന പാരമ്പര്യവും. ഇത് ചർച്ച ചെയ്തിട്ടാണ് ഇതിപ്പോൾ എനിക്ക് മുമ്പ് സംസാരിച്ച എല്ലാവരും സൂചിപ്പിച്ചു. നമ്മൾ ഒരു 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട് സാമാന്യ വർഷം കോമൺ ഇയറ 7-ാം നൂറ്റാണ്ട് 8-ാം നൂറ്റാണ്ട് 1-ാം നൂറ്റാണ്ട് കാലം മുതൽ ശാലകളെ കുറിച്ച് നമുക്ക് റെഫറൻസ് ഉണ്ട്. കാന്തള്ളൂർ ശാല, പാർത്ഥിവപുരം ശാല, തിരുവല്ല ശാല എന്നൊക്കെ പറഞ്ഞിട്ട് ശാലകളെ കുറിച്ച് നമുക്ക് ധാരാളം റെഫറൻസ് ഉണ്ട്. വെളുത്താട്ട് കേശവൻ പോലെയുള്ള ഹിസ്റ്റോറിയൻസ് അതിനെക്കുറിച്ച് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്, നല്ലോണം ആധികാരികമായിട്ട്. അതിൻ്റെ പല ഇൻസ്ക്രിപ്ഷൻസിൽ നിന്നും മറ്റു പല റെക്കോർഡുകളിൽ നിന്നും ഈ ശാലകളുടെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. ശാലകളെന്ന് വെച്ചാൽ ക്ഷേത്രങ്ങളോട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ശാലകൾ ഒരു തരത്തിൽ യൂണിവേഴ്സിറ്റികളായിരുന്നു. അന്നത്തെ യൂണിവേഴ്സിറ്റികളായിരുന്നു ഈ ശാലകൾ. ഈ ശാലകളിൽ കാന്തള്ളൂർ ശാലയിലും മറ്റും വേദങ്ങളുടെ എല്ലാ ശാഖകളും, ശാസ്ത്രങ്ങൾ മുഴുവനും, അതുപോലെ ഉള്ള വിജ്ഞാന ശാഖകൾ മിക്കതും, ആയോധന കല പോലും അതുപോലെയുള്ളത് പോലും ഈ ശാലകളിൽ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ വിജയമോഷ സൂചിപ്പിക്കുമല്ലോ, ബ്രഹ്മസ്വവും ദേവസ്വം ഉള്ളൂ ഒന്ന്, അതൊരു കാരണമായിരിക്കാം. അപ്പോൾ ഇത്രയും അതിനെ അവിടെ വിദ്യാർത്ഥികളെ താമസിപ്പിച്ച് പഠിപ്പിക്കുക, അവർക്ക് ഉള്ള പ്രോത്സാഹന സ്കോളർഷിപ്പ് പോലെയുള്ള പ്രോത്സാഹനങ്ങൾ
ഇങ്ങനെയുള്ളതിനെ കുറിച്ചൊക്കെ ഡോക്യുമെൻ്റ് ഉണ്ട്. വലിയ യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു. വിജയമാഷ് പറഞ്ഞത് വളരെ കറക്റ്റാണ്. അതൊക്കെ പോയി ഇപ്പോൾ ക്ഷേത്രത്തിൽ ഇപ്പം ക്ഷേത്രം എന്ന് പറഞ്ഞാൽ നമുക്കൊരു പൊതുസങ്കല്പം. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഭജന അല്ലേ, അതുപോലെ രക്ഷാർത്ഥന, അതുപോലെ മറ്റേ അന്നപ്രസാദമൊക്കെ തുടങ്ങിയിട്ടുള്ള, അതൊരു തെറ്റൊന്നുമല്ല. കാരണം ക്ഷേത്രം വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രമാണ്. വിശ്വാസം അധികം വികലമായി പോവാതെ ആചാരങ്ങളും വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ദുരാചാരങ്ങളുമായി പോവാതെ മനുഷ്യ മനസ്സിനെ ഏകാഗ്രതയും ശുദ്ധിയും ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിൽ അതിനെ കൊണ്ടുപോകുന്നത് എപ്പോഴും ആവശ്യമാണ്. കാരണം നമ്മളൊക്കെ അതിൽ വിശ്വസിക്കുന്നവരാണ്. പക്ഷെ അത് മാത്രമായി ക്ഷേത്രങ്ങൾ കുറേ നൂറ്റാണ്ടുകളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനെ തിരിച്ചു പിടിക്കുക. ഇന്നിപ്പോൾ അത് വളരെ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ 4 കൊല്ലമായിട്ട് നടക്കുന്ന സെമിനാർ, അതുപോലെ കടവല്ലൂർ അന്യോന്യത്തോടനുബന്ധിച്ച് 30ഓളം കൊല്ലമായിട്ട് നടക്കുന്ന ദേശീയ അന്തർദേശീയ സെമിനാറുകൾ, ഇങ്ങനെയുള്ള ദിശാമാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെ പ്രോത്സാഹിപ്പിച്ച് പ്രത്യേകിച്ചും യുവതലമുറ അവരെ മുന്നോട്ട് വരേണ്ടത്. ഇതിനെ ഇപ്പോൾ മാത്രമല്ല, ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡ് MR മുരളിൻ്റെ സുഹൃത്താണ് കാടാമ്പുഴ ക്ഷേത്രത്തിൽ ആസ്പത്രി തുറന്നു. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കാടാമ്പുഴ ക്ഷേത്രത്തിലെ ഒരു വളരെ നല്ല രീതിയിലുള്ള ഒരു ആതുരാലയം തുറന്നിട്ടുണ്ട്. അത് പുതിയ വലിയ പ്ലസ് പോയിന്റാണ്. ഇപ്പോൾ പ്രകാശ് സ്വാമി അടുത്തതവിടെയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വരുന്ന ഞാൻ വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. മാത്രമല്ല ഇപ്പോൾ എൻ്റെ മുമ്പിലെ ഒരു വിശിഷ്ട വ്യക്തി ഇരിക്കുന്നുണ്ട്, പ്രൊഫസർ അഴഗിരി പട്ടാമ്പി കോളേജിലെ ലൈബ്രറിയനായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അതല്ല അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ. പ്രാചീന ലിപികള്, പ്രാചീന വിജ്ഞാനങ്ങൾ, ഹസ്തലിഖിത ഗ്രന്ഥ വിജ്ഞാനത്തിലൊക്കെ വളരെ കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഇപ്പം അടുത്ത കാലത്ത് ഞാനും അഴഗിരി സാറും അതുപോലെ ഡോക്ടർ രാജേന്ദ്രു എന്ന് പറഞ്ഞിട്ടൊരു എപ്പിഗ്രാഫിസ്റ്റുണ്ട്. MGS-ഉം രാഘവാരൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ എപ്പിഗ്രാഫിയിലെ കേരളത്തിൽ നിന്നുള്ള അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തനായിട്ടുള്ളൊരു എപ്പിഗ്രാഫിസ്റ്റാണ്. ഞങ്ങൾ 3 പേരും കൂടി അടുത്ത കാലത്തായിട്ട് ഒരു പ്രവർത്തനം നടക്കണം. MEP മാൻസ്ക്രിപ്റ്റോളജി, എപ്പിഗ്രാഫി, പാലിയോഗ്രാഫി. മാൻസ്ക്രിപ്റ്റോളജി ഹസ്തലിഖിത ഗ്രന്ഥ പഠനം, എപ്പിഗ്രാഫി പുരാരേഖാ പഠനം, പാലിയോഗ്രാഫി പുരാലിപി പഠനം. ഈ 3ലും വിദ്യാർത്ഥികൾക്കോ താല്പര്യമുള്ളവർക്കോ ബേസിക് അറിവുണ്ടാക്കാൻ വേണ്ടി 3 മാസത്തെ 4 മാസത്തെ കോഴ്സ്. അപ്പോൾ അദ്ദേഹം ഇതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആയതുകൊണ്ടാണ് പ്രത്യേകിച്ച് ഞാൻ പ്രകാശ് സ്വാമിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതല്ല, ഇപ്പോൾ കോട്ടയത്ത് കുമരനെല്ലൂർ ദേവസ്വം ക്ഷേത്രം, അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആർക്കിയോളജി ആൻഡ് മാസ്കറ്റ് സ്റ്റഡീസ് ഒരു സ്ഥാപനം ദേവസ്വം സ്ഥാപിച്ചിരിക്കുന്നു. ദേവസ്വത്തിൻ്റെ പ്രവർത്തനം എങ്ങനെയൊക്കെ നമുക്ക് അർത്ഥവത്താക്കാമെന്നുള്ളതിന് അവിടെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, ഷേവധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാൻസ്ക്രിപ്റ്റോളജി ആൻഡ് എപ്പിഗ്രാഫി സ്റ്റഡീസ്. രാജേന്ദ്ര സാർ കഴിഞ്ഞ നമ്മളിവിടെ റെപ്രസെൻറ്റ് ചെയ്യാൻ വന്നിരുന്നു. രാജേന്ദ്ര ഡയറക്ടറായിട്ട് ഞങ്ങൾ ജനുവരി 19 മുതൽ അവിടെ ഒരു 3 മാസത്തെ കോഴ്സ് ഞായറാഴ്ചകളിൽ നടത്താൻ പോവുകയാണ്. അപ്പോൾ ദിശാമാറ്റം എന്നുള്ളത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് സൂചിപ്പിക്കാനാണ്. അർത്ഥവത്തായ ദിശാമാറ്റം അത് നമുക്ക് സമൂഹത്തിൻ്റെ ഒരു വലിയ പരിച്ഛേദം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ക്ഷേത്രങ്ങളിലാണ്. അതുകൊണ്ട് ആ ദിശാമാറ്റം നമുക്ക് സമൂഹത്തിൻ്റെ സാംസ്കാരികവും ബൗദ്ധികവും ബുദ്ധിപരവും സാംസ്കാരികവും ചിന്താപരവുമായ ഗുണപരമായ പരിവർത്തനത്തിന് കാരണമാവാൻ അത് സഹായിക്കും. ആ ആസ്പെക്റ്റ് നമുക്ക് എല്ലാ തരത്തിലും പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇവിടെ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിച്ചത്. അത്
ബമ്മിയൂർ ദേവസ്വം അതിൻ്റെ ദിശയിലൂടെ സഞ്ചരിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ക്ഷേത്രങ്ങളും ഭാരതീയ വിജ്ഞാന പാരമ്പര്യവും എന്നൊരു പൊതു വിഷയം നമ്മൾ തിരഞ്ഞെടുത്ത് ഇവിടെ മുമ്പ് സൂചിപ്പിച്ച പോലെ 2-3 കൊല്ലമായിട്ട് അതിലെ ഓരോ പ്രത്യേക വിഷയങ്ങളെടുത്ത്, അപ്പോൾ ഈ ശാലകൾ തൊട്ട് നമ്മൾ സൂചിപ്പിച്ച ശാലകൾ തൊട്ടുള്ള നമ്മുടെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ക്ഷേത്ര സംബന്ധിയായി ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള ഈ വിജ്ഞാന പാരമ്പര്യത്തിൻ്റെ കേന്ദ്രങ്ങളെ പരിശോധിച്ചാൽ മിക്കവാറും ഇല്ല എന്ന് പറയാൻ പറ്റില്ല, മിക്കവാറും ഭൂരിഭാഗം വിജ്ഞാന ശാഖകളും ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടിട്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. വേദിക് ട്രഡീഷൻ, ഇപ്പോൾ കടവല്ലൂർ അന്യോന്യൊക്കെ നമുക്കറിയാം. വേദിക് ട്രഡീഷൻ, അതിൻ്റെ ഉച്ചാരണവും അതിൻ്റെ കൃത്യമായ പാരമ്പര്യ രീതിയിലുള്ള ഉച്ചാരണമൊക്കെ നിലനിന്നത് ക്ഷേത്ര സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. വാസ്തു മനുഷ്യവാസ്തു, ക്ഷേത്രവാസ്തു, 2 തരത്തിലാണ് വാസ്തു ഉള്ളത്. ക്ഷേത്രവാസ്തു വളരെ മനോഹരമായ സ്ട്രക്ചറുകൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ചയായി മനുഷ്യഗ്രഹങ്ങൾ 2 തമ്മിൽ വളരെ കോംപ്ലിമെൻ്ററിയാണ്. അതുമായി ബന്ധപ്പെട്ട് വാസ്തു ആയിട്ട് ബന്ധപ്പെട്ട് തന്ത്രം ഇവിടെ മാഷ് പറഞ്ഞു. തന്ത്രം എന്താണ് ആരാധന, എന്താണ് അതിൻ്റെ പൊരുള്, എന്താണ് അതിൻ്റെ സങ്കല്പങ്ങൾ. തന്ത്രം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര സെമിനാറുകളിലൊക്കെ, ദേശീയ അന്തർദേശീയ സെമിനാറുകളിലൊക്കെ ഞങ്ങളൊക്കെ പങ്കെടുക്കുമ്പോൾ, ഡൽഹിയിലും അതുപോലെ വിദേശത്തൊക്കെ പങ്കെടുക്കുമ്പോൾ, സാഹിത്യമോ നാടകമോ ഒക്കെ ചർച്ച ചെയ്യുന്ന ഗ്രൂപ്പുകളിലല്ല വളരെ പണ്ഡിതരായ വിദേശീയര് കോൺസെൻട്രേറ്റ് ചെയ്യുക. വേദിക് താന്ത്രിക് ഒക്കെയുള്ള സെഷനിലാണ്. കാരണം അത്രയും അതിൻ്റെ, അപ്പോൾ ടീച്ചറെ കാളി ആരാധന വായിച്ചാൽ തന്നെ അറിയാം. കേരളത്തിൽ തന്ത്രത്തിൽ, ശക്തിതന്ത്രത്തിൽ കേരളത്തിൽ മാത്രം പ്രത്യേകമായി ആചരിക്കപ്പെടുന്ന ഒരു ആരാധനാ രീതിയുള്ള ദാരുകജിത്ത് സംഘം കേരളത്തിൽ മാത്രമേ ഉള്ളൂ. സ്ത്രീ ശക്തി, ശാക്തം, ശാക്തേയം, വൈഷ്ണവം, ശൈവം തന്ത്രത്തിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്ത്രം. ഇനി അതിനോട് ബന്ധപ്പെട്ട് ഐക്കണോഗ്രഫി, സുറിമാ നിർമ്മാണം, അതിനോട് ബന്ധപ്പെട്ട് ചുമർ ചിത്രകല. അപ്പോൾ നമുക്കറിയാമല്ലോ മമ്മിയൂർ തന്നെ അതിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമാണ്. അപ്പോൾ ഇങ്ങനെ എത്രയോ എല്ലാ വിഷയങ്ങളും എന്ന് പറഞ്ഞ രീതിയിൽ അതിലൊന്നാണ് മ്യൂസിക്, ക്ഷേത്രവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇക്കൊല്ലം നമ്മൾ തിരഞ്ഞെടുത്തത് ക്ഷേത്ര സംസ്കാരവും സംഗീത പാരമ്പര്യവും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മുതൽക്കുള്ള സെമിനാറിലേക്ക് നമ്മൾ അങ്ങനെ പ്രവേശിക്കുകയാണ്. ക്ഷേത്ര സംസ്കാരവും സംഗീത പാരമ്പര്യവും. അതിലും ഒരു 3 ദിവസത്തെ സെമിനാർ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഉദ്ഘാടന സെഷൻ കഴിഞ്ഞു. 10-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം സമാപന സെഷനാണ്. അപ്പോൾ നമുക്ക് 4 സെഷനാണ് കിട്ടുള്ളൂ. അപ്പോൾ 4 സെഷൻ 3 പ്രബന്ധങ്ങൾ. എല്ലാവർക്കും നമസ്കാരം. മമ്മിയൂർ ദേവസ്വം കഴിഞ്ഞ 4 വർഷക്കാലമായി നടത്തിവരുന്ന ദേശീയ സെമിനാറിൻ്റെ ഉദ്ഘാടന ചടങ്ങാണ് ഈ വേദിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ എൻ ഷാജിക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുകയാണ്. ദേവസ്വത്തിൻ്റെ ചെയർമാൻ ശ്രീ GK ഹരിഹരകൃഷ്ണൻ പ്രകാശസ്വാമിക്ക് അധ്യക്ഷത അലങ്കരിച്ചതിന് ദേവസ്വത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ അവർക്ക്, അതുപോലെ ഈ സെമിനാറിൻ്റെ കോർഡിനേറ്ററും പുസ്തകത്തിൻ്റെ ചീഫ് എഡിറ്ററുമായ ഡോക്ടർ
CM നീലകണ്ഠൻ അവർ, പുസ്തകം നമുക്ക് വേണ്ടി പരിചയപ്പെടുത്തിയ ഡോക്ടർ സരിത മഹേശ്വരൻ, പുസ്തകം പ്രകാശനം നടത്തിയ എൻ്റെ ഗുരുനാഥൻ കൂടിയായ ശ്രീ രാധാകൃഷ്ണൻ മാസ്റ്റർ കാക്കശ്ശേരി, ഈ പുസ്തകം ഇന്നിവിടെ സ്വീകരിച്ച പ്രൊഫസർ EK സുധ, ആശംസകൾ അറിയിച്ച ട്രസ്റ്റി ബോർഡ് മെമ്പർ KK ഗോവിന്ദദാസ് എന്നിവർക്ക് ദേവസ്വത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ വേദിയിലെത്തിയ വിദ്യാർത്ഥികൾക്കും അതുപോലെ മമ്മിയൂരപ്പൻ്റെ ഭക്തജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വൈകിയ വഴിയിൽ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാ വിദ്യാർത്ഥികളും ഈ സെഷൻ കഴിയുന്നതിരെ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.